അനാഥാലയത്തിന്റെ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ഇവർക്ക് ഏകാന്തതയും വിരസതയും അനാഥത്വ ബോധവുമാണ് ഇന്ന് കൂട്ട്. തീവ്ര ദുഃഖത്തിന്റെ ഇരുട്ടിൽ സ്നേഹത്തിന്റെ ഒരു തിരി വെട്ടം കൊളുത്തുവാനായി പിറവിക്കൊണ്ടിരിക്കുന്നു അമ്മൂമ്മത്തിരി എന്ന കുരുന്നാശയം. ഒരു വലിയ നന്മയുടെ ഉജ്ജ്വല പ്രകാശത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഇത്തിരി വെട്ടമാണ് ഈ നല്ല ആശയം. അമ്മൂമ്മത്തിരി, ആ പേരിൽ തന്നെ എല്ലാമുണ്ട്. ഒരു കൗതുകമുണ്ട്. കൗതുകത്തിനപ്പുറം അതിലൊരു കാരുണ്യത്തിൻ്റെ കടലാഴമുണ്ട്. നിലവിളക്കിലെ തിരുനാളങ്ങളിലൂടെ ആത്മീയതയുടെ പുണ്യം നിറയുന്നത് ഒരു അനുഭൂതിയായി എത്രയോ തവണ നാം അനുഭവിച്ചിരിക്കുന്നു. സ്നേഹവാത്സല്യങ്ങളുടെയും ഹൃദയവിശുദ്ധിയുടെയും തിളക്കം കൂടി അതിൽ കൂട്ടിച്ചേർക്കുകയാണ് അമ്മൂമ്മത്തിരി. അമ്മൂമ്മമാർക്ക് അമിതാധ്വാനമില്ലാതെ മനഃശാന്തിയോടെ ഏർപ്പെടാവുന്ന ഒരു കുഞ്ഞു തൊഴിൽ തന്നെയാണ് തിരിതെറുക്കൽ. അത് അവരുടെ വിരലുകൾക്ക് ഒരു വ്യായാമവും ഒപ്പം ഒരു വരുമാന മാർഗവുമായി മാറുന്നു. അങ്ങനെ നോക്കുമ്പോൾ കാരുണ്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മുഖമുദ്രയായ ഈ തിരികൾ വെറും നൂൽത്തിരികളല്ല, പ്രാർത്ഥനാ ചുരുളുകളാണ്. നിലവിളക്കുകളിൽ ഈ തിരികൾ തെളിയുമ്പോൾ അശരണയായ എത്രയോ അമ്മമാരുടെ ജീവിതമാണ് തിളങ്ങുന്നത്. ഭഗവാന്റെ മനസ്സാണ് ഉണരുന്നത്. അങ്ങനെ ദേവൻ ഏറ്റവും പ്രിയങ്കരമായ വഴിപാടായി മാറും അമ്മൂമ്മത്തിരിയുടെ സമർപ്പണം. ഇവരുടെ വിരലുകളിൽ നാം കാണുന്ന ചുളിവുകൾ ആ മനസ്സിലേക്ക് പടരും മുമ്പ് അവർക്കൊരു കൈത്താങ്ങായിരിക്കാൻ നമുക്ക് കഴിയട്ടെ. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ് സംസാരിച്ചത്. അമ്മൂമ്മത്തിരി, പ്രായം ചെന്ന ചിലർ ചേർന്ന് ക്ഷേത്രങ്ങളിലേക്കും വീടുകളിലേക്കും ഉണ്ടാക്കുന്ന വിളക്കുകളിലെ തിരി, അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ലക്ഷ്മി മേനോൻ എന്ന സോഷ്യൽ ഓൺട്രപ്രണറാണ് ഈ ആശയത്തിന് പുറകിൽ. അമ്മൂമ്മത്തിരി മാത്രമല്ല, ചേക്കുട്ടി പാവകളും ശയ്യ പോലെയുള്ള പദ്ധതികളുമൊക്കെ വിഭാവനം ചെയ്തത് ലക്ഷ്മി മേനോനാണ്. ഡിസൈനറും സോഷ്യൽ ഓൺട്രപ്രണറുമായ ലക്ഷ്മി മേനോനാണ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. ലക്ഷ്മി മേനോൻ. ലക്ഷ്മി മേനോൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ സോഷ്യൽ ഓൺട്രപ്രണർ എന്നുകൂടി ചേർത്താണ് എപ്പോഴും പറയുക. സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടാനാണോ ലക്ഷ്മി മേനോൻ ഇഷ്ടം? എനിക്ക് അതിനെക്കാട്ടിലും ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സിറ്റിസൺ എന്ന് പറയുന്നതിനാണ് കുറച്ചുകൂടി ഇഷ്ടം. അതിൽ അങ്ങനെയുള്ളത് തോട്ടിൽ നിന്നാണ് ഈ ഓൺട്രപ്രണർഷിപ്പിലേക്കും സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിലേക്കൊക്കെ പോയതേ. അപ്പോ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നറിയപ്പെടാൻ ഇഷ്ടമാണ്. റെസ്പോൺസിബിൾ സിറ്റിസൺ. ലക്ഷ്മി ചേച്ചിയെ കാണുമ്പം, അല്ലെങ്കിൽ ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുമ്പം യു ആർ ഓൾവേസ് ഹാപ്പി. ഇത്രയും പ്രോജക്ട്സ് ഡിസൈൻ ചെയ്യുന്നു, ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, അതുപോലെ മീഡിയ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴും യു ആർ ഓൾവേസ് ഹാപ്പി. ആൻഡ് വാട്ട് മേക്സ് യു ഹാപ്പി? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സന്തോഷമുള്ള ഒരാളായിട്ട് ഇങ്ങനെ തുടരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന വ്യക്തിയെ സഹായിക്കുന്നത്? ഞാൻ എപ്പോഴും പറയേ, ഐ വാസ് ബോൺ വിത്ത് എ ഹാപ്പി ജീൻ തുടക്കത്തിൽ തന്നെ. പിന്നെ ദ വേ യു ലുക്ക് അറ്റ് ലൈഫ് അല്ലെ, എവിടെയൊക്കെ സന്തോഷം ഉള്ളതെന്ന് വെച്ചാൽ അത് തന്നെ തെരഞ്ഞു പോവാറുള്ളൂ. ഞാൻ ഈ പണ്ട് നിത്യചൈതന്യയുടെ ഒരു ബുക്കിന്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ നമ്മളൊരു കോഴിയെ നോക്കുവാണെങ്കിൽ അത് ഈ ചപ്പ് ചവറിന്റെ എല്ലാ ഇടയിൽ നിന്ന് അത് ധാന്യം ചെകഞ്ഞ് ആ ധാന്യം കണ്ടുപിടിക്കും അല്ലെ. അപ്പം നമ്മൾ അത് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് പോവാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളതിനെ കാണുന്നില്ല, നമ്മൾ അതിൽ തന്നെ നോക്കിക്കേ പോവുള്ളൂ. ഇപ്പൊ ഞാൻ എപ്പോഴും ഹാപ്പിനെസിനെ അങ്ങനെ എല്ലാ ഇതിന്റെ ഇടയിൽ കൂടെ തപ്പിയെടുക്കുന്ന ഒരാളാണ്. എന്റെ ഫോക്കൽ പോയിന്റ് അതാണ്. അപ്പം ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ്. സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു പഠിച്ചൊരു കാലം, അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയുക. കോട്ടയത്തായിരുന്നു ജനിച്ചു വളർന്നതെല്ലാം. അപ്പൊ അവിടെ മൗണ്ട് കാർമൽ, CMS, BCM ഒക്കെ ആയിരുന്നു സ്കൂളിങ്ങും കോളേജും എല്ലാം. പിന്നെ ചെന്നൈയിൽ പോയി ഫാഷൻ ഡിസൈനിങ് ചെയ്തു, പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തു, പിന്നെ US പോയിട്ട് ജുവലറി ഡിസൈനിങ് ചെയ്തു. അതൊക്കെയാണ് പഠനകാലം. പക്ഷെ പിന്നെ മനസ്സിലായി പഠിത്തം എന്ന് പറയുന്നത് നമുക്ക് തീരുന്നേ ഇല്ലെന്നുള്ളതും. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ വി ഗെറ്റ് ടു ലേൺ സോ മെനി തിങ്സ് എവറി ഡേ ലിറ്ററലി അല്ലേ. അവിടെ ഞാൻ എല്ലാവരും പറയും, അപ്പൊ എല്ലാവരും പറയും നമ്മുടെ പഠിത്ത കാലം, നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുന്ന കാലം സുവർണ്ണ കാലമാണ്, ഏറ്റവും ഗോൾഡൻ ഇയേഴ്സ്. ഞാൻ പറഞ്ഞു അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്റ്റുഡന്റിന്റെ ഇതിൽ തന്നെ ഞാൻ ഇപ്പോഴും പോണത്. അതുകൊണ്ട് ആ സന്തോഷം എന്റെ ഒപ്പം തന്നെ അടിച്ചുപൊളിയും എല്ലാ അലമ്പ് പരിപാടികളും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സെഷനിൽ ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞു, കുഴിയാനയുടെ പുറകെ നടന്ന് തോണ്ടുക, അട്ടയെ പിടിച്ച് തിരിച്ചിടുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ ഒരു മുതിർന്ന ഒരാൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഇഷ്ടമാണോ ശരിക്കും? ഞാൻ അതിന്റെ കൂടെ ഒരെണ്ണം വിട്ടുപോയത്, പൂച്ചയെ ഓടിച്ച് മാവിന്റെ മുകളിൽ കയറ്റുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട്. അത് ഞാൻ അന്ന് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അപ്പൊ
ഇപ്പൊ ഞാൻ ഇവിടെ തിണ്ണയിലോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് കാണാൻ കുഴിയാനകൾ കുറച്ച് ഈ മണലുള്ള സ്ഥലത്തുണ്ട്. എനിക്ക് അതിനെ ഒന്ന് തോണ്ടി എടുത്ത് കയ്യിലൊന്ന് വെച്ച് തിരിച്ച് പുതിയ സ്ഥലത്ത് കൊണ്ടിടും. അപ്പൊ അതാ എന്ത് രസമായിട്ട് ആ ഡിസൈൻ ഉണ്ടാക്കി കുഴി കുഴിച്ച് പോണെന്നുള്ളത് ഒരു സംഭവം തന്നെയാ. അതിപ്പോ നമ്മളൊരു വേറൊരു ഈച്ചയെ കൊണ്ടിട്ട് അതിനൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇത് സോ യുണീക് ടു കുഴിയാന അല്ലേ. അപ്പോ അത് ഞാൻ വളരെ താല്പര്യം. ഈ പറഞ്ഞ പോലെ അട്ടയെ കാണുമ്പോൾ ഈ ന്യൂ ജനറേഷൻ അട്ടയ്ക്ക് ഇപ്പൊ അതുപോലത്തെ പണ്ടത്തെ പോലെ കോയിലിംഗ് ഇതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പതുക്കെ തോണ്ടി നോക്കാറുണ്ട്. അട്ടകൾക്കിടയിലുള്ള തലമുറ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് അട്ടയെ തിരിച്ചിടുന്നത് അല്ലെ? ഇപ്പോഴും അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ചുരുളുന്നുണ്ടോന്ന് അറിയാൻ. അതൊരു ഭയങ്കര സംഭവം. എന്ത് രസാന്നറിയാം. നമ്മുടെ ജാം റോൾ ഒക്കെ പോലെയാ ചുമന്ന അതിന്റെ കാലുകളും പിന്നെ ഈ കറുത്ത അതിന്റെ ബോഡിയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. ജ്വല്ലറിക്കൊക്കെ ഡിസൈനിങ് ഒക്കെ പലപ്പോഴും ഞാൻ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആവാറുണ്ട്, ആ സ്പൈറൽ ഡിസൈനിൽ നിന്നൊക്കെ. ഓക്കെ. ഈ ലക്ഷ്മി മേനോൻ എന്നൊരു പേരിനോടൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു പേരാണ് ചേക്കുട്ടി. ഇപ്പൊ 2018 പ്രളയ സമയത്ത് അങ്ങനെ ഒരു ആശയമായിട്ട് മുന്നോട്ട് വന്നു. എനിക്ക് ഓർമ്മയുള്ളത് കേരളത്തിലെ ഭൂരിപക്ഷം ജനതയ്ക്ക് ആ ഒരു പ്രളയം, ഈ നൂറ്റാണ്ടിലെ ഒരു പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകളും അവർക്ക് എല്ലാവർക്കും ഒരു ഓർമ്മയുണ്ടാവും. അപ്പൊ ഈ ഒരു ചേക്കുട്ടി എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പൊ നമ്മളൊക്കെ പല കാര്യങ്ങളും ആ സമയത്ത് കണ്ടു, ഒരുപാട് ആളുകൾ സഹായിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രളയത്തിൽ അനുഭവപ്പെട്ട ആൾക്കാരെ കേരളത്തിലെ ജനത ഒന്നാകെ സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ ചേക്കുട്ടി എന്ന് പറയുന്ന ഒരു ആശയം അതെങ്ങനെയാണ് തുടങ്ങിയത്? എന്തായിരുന്നു അതിനുള്ള ഒരു പ്രചോദനം? എന്റെ ഒരു ഫ്രണ്ട് ഗോപിനാഥ് ആണ്. ഈ ചേന്നമംഗലത്ത് ഏരിയയിലൊക്കെ പുള്ളി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഫ്ലഡ് റെസ്ക്യൂ റിലീഫ് ഓപ്പറേഷൻസിനൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് എനിക്കൊന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്താണ് സ്ഥിതി എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അവരവിടെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ വീവേഴ്സ് സൊസൈറ്റികളുടെ കഥകൾ അറിയുന്നത്. അപ്പൊ അവര് ആ 8 അടിയോളം വെള്ളത്തിനടിയിൽ അവർ ആ ഓണത്തിന് വെച്ചിരുന്ന ചരക്ക് മുഴുവനും കുതിർന്നു പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉള്ള ചെളിയും എന്തെല്ലാം ആയിരിക്കും അതിലൂടെ ഒഴുകിപ്പോയേക്കെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ക്രീം കളറേ പിന്നെ ഇല്ല, മുഴുവൻ കോഫി ബ്രൗൺ കളർ കറുപ്പുമാണ് ആ മുണ്ടുകൾക്ക് മുഴുവനും. അപ്പൊ മുകളിലത്തെ തട്ടിൽ വെച്ചിരിക്കുന്നതൊക്കെ കുറെ ഡിസൈനേഴ്സ് ഒക്കെ ചേർന്നിട്ട് അവരത് സെല് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഒരു സ്ഥലത്തെ സെക്രട്ടറി പറഞ്ഞു, സാറേ അതൊക്കെ എങ്ങനെയും ഒക്കെ വിറ്റുപോകും, പക്ഷെ ഒരു 21 ലക്ഷം രൂപയുടെ സാധനം ഈ കെട്ടിടത്തിന്റെ പുറയിൽ കിടക്കുന്നുണ്ട്, അളിഞ്ഞിട്ടങ്ങോട്ട് നമുക്ക് നാറ്റം കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതിനെ ഗവൺമെന്റിലെ ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ വന്നിട്ട് അവർ നനച്ചും ക്ലോറിൻ ചെയ്തൊക്കെ നോക്കി, പക്ഷെ ക്ലോറിനേറ്റ് ചെയ്തൊക്കെ നോക്കി, പക്ഷെ ഒന്നും പറ്റില്ല. അതുകൊണ്ട് കത്തിച്ചു കളയാം, കാരണം അത്രയും സ്പേസിനെ അവർക്ക് തിരിച്ചു കിട്ടണ്ടേ, ബാക്കി പണി തുടങ്ങണ്ടേ അവർക്ക് എന്ന് പറഞ്ഞപ്പം എന്തുകൊണ്ടാന്നല്ലേ എനിക്കൊന്ന് വേസ്റ്റ് ആക്രി എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ എന്റെ ഒരു കുറെ ലൈനിലുള്ള ഫ്രണ്ട്സിനൊക്കെ എന്റെ മുഖമാണ് ആദ്യം ഓർമ്മ വരുന്നത്. അതൊരു ഇൻസൾട്ട് ആയിട്ട് എടുക്കണോ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണോ എന്ന് ഇപ്പോഴും കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് അതിനെ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഉണ്ടെങ്കിൽ വലിയ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒന്ന് 2-3 സാരി എടുത്തിട്ട് വാ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് വീട്ടിൽ കൊണ്ടുവന്നും ക്ലോറിനേറ്റ് ചെയ്തും അമ്മ അടിച്ചും ഒക്കെ നനച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞു ഒരു രക്ഷയില്ലാട്ടോ, ഈ പരിപാടി വേണ്ടാന്ന് വെച്ചേക്കൊന്നും ഇത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു വീവറിന്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാം. ഒരു പഞ്ഞിയിൽ നിന്ന് അതൊരു ഒരു തുണിയായി മാറുന്നതൊക്കെ പറഞ്ഞ അരവിന്ദ്, എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു മാജിക് വീവ് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടാവില്ല. നമ്മുടെ മുടിയുടെ കട്ടിയുള്ള നൂല് വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കണേ. എത്ര വർഷം മുമ്പുള്ള ഒരു ടെക്നോളജി. അപ്പൊ എനിക്ക് എപ്പോഴും അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഞാനൊരു ഫാഷൻ ഡിസൈനർ ആണ്, ഞാൻ ഇത് വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത് ധരിക്കുന്നുണ്ട്. ഞാൻ വെച്ചാൽ എനിക്ക് എങ്ങനെ ഇതിനെ കളയാൻ പറ്റും? ഇത് വേണ്ടാന്ന് ഞാൻ വെച്ചാൽ എന്റെ ഡിസൈനർ എന്ന് പറയുന്ന സ്റ്റാറ്റസ് പോലും അറ്റ് സ്റ്റേക്ക് ആണ്. ഹൗ ക്യാൻ ഐ കോൾ മൈസെൽഫ് എ ഡിസൈനർ ഇഫ് ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗെറ്റ് ഡിസ്ട്രോയിഡ്? അപ്പം അതൊക്കെ വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ എന്തോ തോന്നുന്നു. കാരണം ഞാൻ ഡിസൈഡ് ചെയ്തു ഇതിനെ ഞാൻ കത്തിക്കാൻ വിടില്ല എന്നുള്ളത് അതൊരു കോൺസ്റ്റന്റ് ആക്കി വെച്ചു. പിന്നെ എനിക്ക് തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു അതിനെ. അപ്പൊ ഓക്കെ ദെൻ വാട്ട് ക്യാൻ ഐ ഡു വിത്ത് ഇറ്റ് എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഓക്കെ ഇത് നമ്മൾ ഓരോ തുണി കാണുമ്പോഴും മലയാളിയെ തന്നെ നമ്മൾ അതിൽ കാണുകയാണ്, കറയും മുറിപ്പാടും ഒക്കെ ഉള്ള ഒരു മലയാളിയുടെ റിഫ്ലക്ഷൻ ആണത്. അങ്ങനെയാണ് ഒരു കുഞ്ഞി ചേക്കുട്ടി പാവ ആയിട്ട് നമ്മൾ അതിനെ മാറ്റുന്നത്. അപ്പം എനിക്ക് പണ്ടൊക്കെ തമാശയ്ക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ക്രാഫ്റ്റ് ഒരു സാധനം, അതിനകത്ത് സൂചി നൂലും ഒന്നും വേണ്ട, തയ്യലും ഒന്നും ഇല്ല. അങ്ങനെ ഒരു കൊച്ചു ഒരു ലുട്ടാപ്പി പോലെ സാധനത്തിനെ ഉണ്ടാക്കിയതാണ്. അത് പിന്നെ ചേന്നമംഗലത്തെ കുട്ടി എന്നുള്ളതുകൊണ്ട് ചേക്കുട്ടി എന്നുള്ള പേരും പിന്നെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ വളരെ ദയനീയമായിരുന്നു ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അതിനെ അങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരു നിവൃത്തി ഇല്ലാത്ത പോലത്തെ ഒരു രൂപമായിരുന്നു എന്റെ കലാവിരുതിൽ ഉണ്ടായത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഡോൾ എന്ന് പറഞ്ഞിട്ട് വിൽക്കാനായിട്ടുള്ളതിനെക്കാട്ടിലും നമുക്ക് ഇതിനൊരു കോൺസെപ്റ്റ് ഒക്കെ ആക്കി മാറ്റാം, ഇതിനെ ഒരു പ്രതീകമാക്കാം. അപ്പൊ പിന്നെ ലുക്സിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. അങ്ങനെയാണ് പിന്നെ ഇതിനൊരു മാസ്കോട്ട് ഓഫ് റെസിലിയൻസ്, ബീക്കൺ ഓഫ് ഹോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിജീവനത്തിന്റെ പ്രതീകം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിനെ പൊസിഷൻ ചെയ്തത് അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ്. ഈ അതിജീവനത്തിന്റെ പ്രതീകം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ചേക്കുട്ടിയുടെ
ഒരു യാത്ര തുടക്കം മുതൽ ഇപ്പം ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിൽ തുടങ്ങി മീഡിയ ഒക്കെ എടുക്കുന്നു. ഒരുപാട് വോളണ്ടിയേഴ്സ് ഇതിന്, സ്കൂൾ കുട്ടികൾ ഇതിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോൺഫറൻസുകളുടെയും ഡെലിഗേറ്റ് രജിസ്ട്രേഷന് അവരുടെ ഡെലിഗേറ്റ് പാസിന്റെ കൂടെ ഈ ഒരു ചേക്കുട്ടിയെ അതിന്റെ കൂടെ കൊടുക്കുക. അപ്പം ഈ കല്യാണങ്ങൾക്ക് ചേക്കുട്ടിയുടെ ഒരു ചെറിയ രൂപം സാരിയിൽ കൊളുത്തിയിടുക, ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മളെപ്പോഴും കേരളത്തിനെ കുറിച്ച് പറയുമ്പം ആവശ്യം വേണ്ട സമയത്ത് നമ്മൾ മുമ്പോട്ട് വരുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു പ്രളയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന വ്യക്തി ഈ ചേക്കുട്ടി ഡോള് ഡിസൈൻ ചെയ്യുമ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം ഈ വീവേഴ്സിന്റെ ഒരു സൊസൈറ്റിക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് ഉപയോഗശൂന്യമായ ഈ തുണികൾ ലോകം മുഴുവൻ ഏതെങ്കിലും രൂപത്തിൽ മാറ്റിയെടുക്കണം ഒരു കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ ഈ ചേക്കുട്ടിയെ ഏറ്റവും പ്രതീക്ഷിക്കാത്ത ഏതൊക്കെ സ്ഥലങ്ങളിൽ പിന്നീട് കാണേണ്ടി വന്നിട്ടുണ്ട്? ഒന്ന് അടുത്ത റീസെന്റ് ആയിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയില് നല്ല ബ്യൂട്ടിഫുൾ മൂവി അല്ലേ. അപ്പൊ അതിനകത്ത് ആ ഒരു വിമൻ എംപവർമെന്റിന്റെയും ആ പെൺകുട്ടി ഒരു അതിജീവനത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് അത് സഞ്ചരിക്കുന്ന കാറിന്റെ അകത്ത് ഈ ചേക്കുട്ടിയാണ് ആ കുട്ടി അതിജീവനത്തിന്റെ പാതയിലാണെന്ന് കാണിക്കുന്ന പോലെ സിംബോളിക് ആയിട്ട് ചേക്കുട്ടിയെ കാണിച്ചു. ഒത്തിരി പേര് അതിനെപ്പറ്റി എഴുതി. എത്ര പേർക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ എഴുതി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഭംഗിയായിട്ട് അതിനെ ഒരു സിംബോളിക് ആയിട്ട് അതിനെ മാറ്റി. ചിലരോട് അറിയാത്തവരൊക്കെ ഞാൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതാണ് സംഭവം, നിങ്ങൾ ഇനി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ. അതെനിക്ക് വലിയൊരു ഇഷ്ടം, കാരണം ഒരു വളരെ ഇന്റർനാഷണൽ ലെവലിൽ പോയൊരു മൂവിയാണത്. അതേപോലെ തന്നെ ഇവിടെ എറണാകുളത്ത് മെഡിക്കൽ സെന്ററിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അദ്ദേഹം ഇതിനെ ഒരു ടൂൾ ആക്കി മാറ്റി കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണതയുള്ള കുട്ടികളെ ഇദ്ദേഹം ഈ ചേക്കുട്ടി ഉപയോഗിച്ചാണ് അവരുടെ ജീവിതത്തിലേക്ക് സത്യം പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്നിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഒരു ഇത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്രയും ചെളി നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ചേക്കുട്ടിയെ പോലെ ഇത്രയും ഭംഗിയുള്ള ഒരു പാവയ്ക്ക് വരാമെങ്കിൽ നിങ്ങളുടെ മനസ്സിലടിഞ്ഞിരിക്കുന്ന ചെളിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും യു ക്യാൻ കം ബാക്ക്, യു ക്യാൻ റീഇമേർജ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ പ്ലേസ് ചെയ്തു. അതൊക്കെ നമുക്ക് എന്താ അതിന്റെ ഒരു പവർ കണ്ടോ ശരിക്കും പറയുമ്പോഴേ. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ആലോചിച്ചില്ല, പക്ഷെ ആൾക്കാർ എത്രയൊക്കെ നിർവചനം അതിനെ കൊടുത്തേന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് വാസ് ഒരു നമുക്ക് പറയാൻ വയ്യാത്ത സന്തോഷമാണ്. ഈ ചേക്കുട്ടിയും കൊണ്ട് പിന്നീട് സിലിക്കൺ വാലിയിലേക്ക് ലക്ഷ്മി മേനോൻ പോയി അല്ലേ? ഞാനുണ്ട്. ഇത് കുഞ്ഞുവാവ ഉണ്ടായി 4-ാം ദിവസം ഞാൻ US പോവാണ്. അപ്പൊ ഞാൻ പറയും വരാപ്പുഴ പാലത്തിൽ നിന്ന് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്കാണ് നേരെ പോണത്. അപ്പോ നമ്മൾ ആ ഫ്ലൈറ്റ് ജേർണി മുഴുവൻ നമ്മൾ വെറുതെ ഒരു രസമായിട്ട് സ്റ്റോറി പോലെ ഇവിടുന്ന് പോകുന്നതും ഫ്ലൈറ്റിൽ അവിടെ ഇറങ്ങുന്നതും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചേന്നമംഗലം സാരികളും ഒക്കെ ആയിട്ടാണ് ഞാൻ പോണത്. കാരണം US കുറെ സെഷൻസ് നടത്തിയിട്ട് അവിടെ നിന്നൊക്കെ പൈസ നമുക്ക് റേസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പൊ സാധനം എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോഴൊക്കെ സാധനം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചേന്നമംഗലം സാരി കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. വെറുതെ ഒരു തമാശ. കാരണം ഇങ്ങനെ കുറെ ബിൽഡപ്പ് വേണം ഇങ്ങനത്തെ സംഗതികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിൽ എത്തിക്കാനേ. ചുമ്മാ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ കാര്യമില്ല, അതിനൊരു കണ്ടിന്യൂറ്റി വേണം. ഇങ്ങനെ അത് ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ഇതിനെ ഫ്ലോട്ട് ചെയ്ത് നിർത്തണം നമ്മള്. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ കുറെ എക്സസൈസസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആൾക്കാർ അതിനെ 2 കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പോയ പോലത്തെ ഒരു ഇമോഷൻ ആയിരുന്നു ആൾക്കാർക്കും. അപ്പൊ ചേക്കുട്ടി കഞ്ഞി കുടിച്ചോ, ചേക്കുട്ടി ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് പിന്നെ മെസ്സേജസ് ഫേസ്ബുക്കിൽ വന്നോണ്ടിരുന്നത്. ഇപ്പൊ ചേക്കുട്ടി വാ എന്ത് ചെയ്യുവാ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ അതിനെ ഒരു 2 കുട്ടികളാക്കി തന്നെ നമ്മൾ ശരിക്കും ഞാൻ കൊണ്ടുപോയ 2 മാറ്റുമായിരുന്നു. അവര് വെയിറ്റിംഗ് ഫോർ മൈ അപ്ഡേറ്റ്സ്. US ജെറ്റ് ലാഗ് ഉണ്ടോ കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് ഗൂഗിളിലെ ഗോപി കല്ലായിൽ എന്ന് പറയുന്ന ഗൂഗിളിലെ ചീഫ് ഇവാഞ്ചലിസ്റ്റ് ആണ്. അദ്ദേഹത്തിനെ വിളിക്കുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയ്യോ ലക്ഷ്മി, എന്റെ ഫാമിലി ഞാനും ഒരു ചേക്കുട്ടിയാണ്, എന്റെ അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ ഫ്ലഡിൽ പെട്ടുപോയിരുന്നു, എന്നിട്ട് നേവി അവരൊക്കെ വന്നിട്ടാണ് ഹെൽപ്പ് ചെയ്തത്, അപ്പൊ എനിക്കും അതിനകത്തൊരു റോള് വേണം ചേക്കുട്ടിയുടെ എന്നുള്ള പോലെ പുള്ളി അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയും അത് അങ്ങനത്തെ പറഞ്ഞ വെച്ചാൽ ഇന്നത്തെ ദിവസമായിട്ട് കഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ LED സ്ക്രീനിൽ മുഴുവനും ചേക്കുട്ടിയെ ഞങ്ങൾ പ്ലേ ചെയ്തേനെ, ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേനെ. അപ്പം അന്ന് നമ്മുടെ ഇദ്ദേഹം സുന്ദർ പിച്ചായി അന്ന് ഇല്ലാത്ത ദിവസമായിരുന്നു. ആക്ച്വലി ആ ദിവസമേ എനിക്കും പറ്റുള്ളായിരുന്നു, കാരണം തിരിച്ചു പോരാൻ തിരക്കുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹത്തെയൊക്കെ കണ്ടു ചിലപ്പോൾ ഒരു ചേക്കുട്ടിയൊക്കെ കൊടുത്തു പോന്നേനെ. നല്ലൊരു യാത്രയായിരുന്നു ചേക്കുട്ടികളുടെ. ചേക്കുട്ടി അങ്ങനെ ഇന്റർനാഷണൽ ആയി അല്ലേ? അത് പിന്നെ എത്ര സ്ഥലങ്ങൾ ഇപ്പം ആർക്കിടെക്ചർ സർവേ ഓഫ് ഇന്ത്യയുടെ ASIയിലുള്ള ഒരു കുട്ടി ഇതുപോലെ പല പല മോണുമെന്റ്സിന്റെ അടുത്ത് പോയിട്ട് ഈ ചേക്കുട്ടി ആർക്കിടെക്ചർ അല്ലെങ്കിൽ മോണുമെന്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ചേക്കുട്ടി ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഒരു സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്.
എവിടെ പോകുമ്പോഴും മൗണ്ടനിയറിംഗിന് പോയി ട്രെക്കിങ്ങിന് പോയി എവിടെ പോകുമ്പോഴും കയ്യിൽ ചേക്കുട്ടിയെ വെച്ചിട്ട് ആ ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവരുണ്ടായിരുന്നു. ഡാൽ ലേക്കിൽ പോയിട്ട്, ഹിമാലയത്തിൽ പോയിട്ട് ഒക്കെ. ശരിയാണ്, ഇത് ക്യാരി ചെയ്യാൻ എളുപ്പമുള്ള ഒരു വളരെ കുഞ്ഞായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കമ്പാനിയൻ പോലെ നമ്മളുടെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഒരു കൗതുകം ഉണ്ടല്ലോ, അതിനെ കാണുമ്പോഴൊരു കൗതുകം. ആ ക്യാമറ ബാഗിലൊക്കെ ഇടുകയാണ്, അതുപോലെ ഹെൽമെറ്റിൽ ഇട്ടോണ്ട് പോവാണ്. സൈക്ലിങ്ങിന് പോകുമ്പോൾ ആ ചേക്കുട്ടിയാണ് എന്റെ കമ്പാനിയൻ. ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരാൾ പറയാ ഒരു ബഞ്ച് ഓഫ് ചേക്കുട്ടി അങ്ങനെ മിററിന്റെ ഇതിനകത്ത് ഇട്ടിരിക്കുക കാറിന്റെ. എന്നിട്ട് പറയാ അതേ ഇവന്മാര് വീട്ടിൽ ഇരുന്ന് ബോറടിച്ചു ഒന്ന് കറക്കാൻ ഇറങ്ങിയേക്കുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അതൊക്കെ എന്തായിരുന്നു എന്നറിയാമോ നമുക്ക് ആ ഇമോഷൻ. എന്നിട്ട് പോയിട്ട് പാട്ടൊക്കെ ഇട്ട് അവര് ഹാപ്പി ആയിരുന്നു തിരിച്ചു കൊണ്ടുവരും അവന്മാരെല്ലാം കൂടെ. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. ഭാഗമായി. മനോരമയിലെ ഒരു കാർത്തിക ഉണ്ട് ജേർണലിസ്റ്റ്. അപ്പൊ കാർത്തിക ഇതിനെ മുഴുവനും ജനലിന് മുഴുവൻ ഇങ്ങനെ കേട്ടലിൽ തൂക്കിയിട്ട് എന്നിട്ട് പറയാ എനിക്ക് പെൺകുഞ്ഞുങ്ങൾ ഇല്ലാത്ത സങ്കടം മാറിയത് ഇപ്പഴാ ലക്ഷ്മി, ചേക്കുട്ടികൾ വീട്ടിൽ വന്നതോടെയാണെന്ന്. ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ, പ്രത്യേകിച്ചും അച്ഛൻ ഒരു വലിയൊരു പൊതുമേഖലാ സ്ഥാപനം അല്ലെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലും അല്ലെങ്കിൽ അങ്ങനത്തെ ചുറ്റുപാടിൽ വളർന്ന ഒരാള്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, അല്ലെങ്കിൽ വേറൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ, ഇപ്പൊ ഈ സിലിക്കൺ വാലിയിലൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ബ്രാൻഡിങ്ങിലൊക്കെ ഇരിക്കേണ്ട ഒരാള്, ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണ്ട, ഒരു സാമൂഹിക ഉത്തരവാദിത്വം വേണ്ട ഒരു വലിയൊരു ജോലിയാണ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറിയ ചിന്ത മനസ്സിലേക്ക് വന്നത്? ഇതിനകത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? എനിക്ക് ഒത്തിരി അപ്ബ്രിങ്ങിങ്ങിനേക്കാണ് കേട്ടോ അതിന്റെ പറയാനുള്ളത്. അച്ഛനും അമ്മയുടെയും അവരുടെ തോട്ട് പ്രോസസ് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഒരു പ്രിവിലേജ് ഫാമിലിയിലാണ് ജനിച്ചതെങ്കിൽ അലോങ് വിത്ത് ദാറ്റ് കംസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഡേ 1 തൊട്ട് പറഞ്ഞ് തലയിൽ വെച്ചിട്ടുണ്ട്. ഒരു സംഭവം നത്തിങ് കംസ് ഫോർ ഫ്രീ. ലക്ഷ്മി ഇപ്പൊ ഈ വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ ഒരു ക്രെഡിറ്റും കൊണ്ടല്ല. ഇഫ് യു ഹാവ് എ കാർ ഇൻ ദ ഫാമിലി യു ഡിഡ്ന്റ് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്, യുനോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വേണമെങ്കിൽ തന്നെത്താനെ ഉണ്ടാക്കിക്കൊള്ളുക എന്നുള്ളതിലേക്ക്. അപ്പൊ ഞാൻ പറയും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ഞാൻ പറയാ ഒരു കമ്മല് നല്ല രസമുള്ളൊരെണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും 10ന്റെ ഉള്ളിൽ റാങ്ക് മേടിക്കുകയാണെങ്കിൽ അത് മേടിച്ചു തരാം അച്ഛൻ. പക്ഷെ ഈ റാങ്കിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല, ഒന്നും പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആക്കരുത്. യു ഹാവ് ടു ഏൺ ടു അതിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ഉള്ളൊരു പണ്ട് തൊട്ട്. അപ്പൊ നമുക്ക് എന്തും നേടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടണം എന്നുള്ളത് നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുമ്മാ ചോദിക്കുമ്പോൾ എടുത്തു തരുന്ന പരിപാടിയില്ല. അപ്പം നമ്മുടെ കൃഷിയുടെ കാര്യത്തിലും ഒക്കെയാണ്. ഇപ്പൊ ഞങ്ങൾ വീട് വെക്കുമ്പോൾ തന്നെ ആണെങ്കിൽ കോട്ടയത്ത് എറണാകുളത്തെ വീട് വെക്കുന്ന അച്ഛൻ എന്നെ ഒരു സൂപ്പർവൈസർ പോലെ എനിക്ക് ഇത് തരുമായിരുന്നു, സാലറി തരുമായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതും കോൺട്രാക്ടറുമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതും ഇതെല്ലാം കോളേജിൽ പഠിക്കുന്ന ആ സമയത്ത് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിന്റെ പുറകിലുള്ള എഫേർട്ട് എന്താണ്, ഇത് മുഴുവനും നമ്മളെ ശരിക്കും അറിയിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പിലും ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കാൻ തന്നെ അതിന്റെ രസവും മനസ്സിലായിരുന്നു, നമ്മൾ എന്തെങ്കിലും സാധിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു സുഖം. അപ്പൊ ഞാൻ എപ്പോഴും പറയും ഈ ഒരു എന്താ കൈൻഡ് ഓഫ് എഫേർട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഹസ് ഗോൺ ഇൻ ടു മീ ബൈ മൈ ഫാമിലി, മൈ ടീച്ചേഴ്സ്, ദ കമ്മ്യൂണിറ്റി. കാരണം ഞാൻ പറയാം അമ്മ 5-6 മണിക്ക് എണീറ്റിട്ടാണ് പാവൻ ടിഫിൻ ബോക്സിൽ ചോറുണ്ടാക്കി നമുക്ക് സ്കൂളിൽ തന്നു വിടുന്നത് അല്ലേ. അച്ഛൻ ആ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഡ്രൈവർ അങ്കിള് അദ്ദേഹം ഈ രാവിലെ എണീറ്റിട്ട് വേണം നമ്മളെ കൊണ്ടുവിടാൻ. ടീച്ചേഴ്സ് അവരുടെ ഫാമിലി പോലും ഒരു സെക്കൻഡറി ഇതാക്കി വെച്ചിട്ടാണ് അവർ സ്റ്റുഡൻസിന് വേണ്ടി ടൈം ഇടുന്നത്. അപ്പൊ ഇതിനെല്ലാം ദീസ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദർ ഹാസ് ടു ബി റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരുന്നതിൽ കൂടെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വളരെ സുഖമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുന്നതും അതിന്റെ പ്രശ്നങ്ങളും ചാലഞ്ചസും ഒക്കെ എന്നെ കൂടുതൽ നല്ല ഇതാക്കാനായിട്ട് എനേബിൾ ചെയ്യുന്നേ ഉള്ളൂ, ബാരിയർ ആയിട്ടല്ല പലപ്പോഴും വരുന്നത്. അതുകൊണ്ടൊരു എൻജോയ് ചെയ്യുന്നു അരവിന്ദ് നന്നായിട്ട്. എനിക്കെന്തോ കോർപ്പറേറ്റ് ഇതിലൊക്കെ പോയി നിന്നിട്ട് നമ്മളിങ്ങനെ ഒരു മെഷീൻ പോലെ ചെയ്യുന്നതും എണ്ണിച്ചുട്ട പോലെ ശമ്പളം എടുത്ത് വരുന്നതിനോട് കാട്ടിലും ഒക്കെ ഇതിനാണ് എന്റെ മനസ്സ് ഭയങ്കര ഒരു ഫുൾഫിൽമെന്റ് പറയുന്നത് ഇതിനകത്താണ്. ഓക്കെ, ഈ വോളണ്ടിയറിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ശരിക്കും പറഞ്ഞാൽ നമ്മൾ സന്നദ്ധ പ്രവർത്തനം, ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസത്തിൽ മാത്രമാണ് നമ്മളൊക്കെ സ്കൂളിൽ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നത്. എൻ്റെ ഓർമ്മയിൽ നമ്മൾ സ്വയം ഇറങ്ങി പണിയെടുക്കേണ്ടത് ആ ഒരു ദിവസമാണെന്ന് എൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷെ ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന വ്യക്തിയെ ഫോർട്ട് കൊച്ചി കാർണിവൽ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം അവിടെയുള്ള വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന വോളണ്ടിയേഴ്സിന്റെ കൂട്ടത്തിൽ കാണാം. വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന മാത്രമല്ല, അത് തരംതിരിക്കുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക്കും മറ്റുള്ള വേസ്റ്റുകളും ഒക്കെ തരംതിരിക്കുന്ന സ്ഥലത്ത് അവിടെയും കാണാം. ന്യൂയോർക്ക് ഫാഷൻ വീക്കിനും വോളണ്ടിയറിങ്ങിന് പോയി അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വോളണ്ടിയറിങ് എന്ന് പറയുന്നത്
നമ്മൾ നോക്കുമ്പോൾ സൊസൈറ്റിക്ക് ചെയ്യുന്ന ഒരു സേവനം, പക്ഷെ അത് വ്യക്തിപരമായിട്ട് നമ്മൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ, ഈ വോളണ്ടിയറിങ്ങിനെ കുറിച്ച് അതെങ്ങനെയാണ് ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രൂപപ്പെടുത്താൻ? ഞാനിത് ചോദിക്കുന്നത് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഈ വോളണ്ടിയറിങ് എങ്ങനെയാണ് ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന വ്യക്തിയെ സ്വാധീനം ചെലുത്തി എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയണം. എനിക്കൊന്ന് കൊച്ചിലെ ഞങ്ങൾ റബ്ബർ ബോർഡിന്റെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നതൊക്കെ. അപ്പൊ അവിടെ ഒത്തിരി ഇങ്ങനത്തെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ക്ലബിന്റെ കാര്യത്തിനായിട്ടും അതിനൊക്കെ ചെയ്യുമായിരുന്നു. അതിന്റെ ഒരു ടീം വർക്കിന്റെ നമ്മള് അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു രസം കൊച്ചുകാലത്തിൽ മനസ്സിലാക്കിയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് എന്താ പറയാ, ഒത്തിരി പലതിനെ കുറിച്ചിട്ട് അറിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ എപ്പോഴും ഓർക്കും, എനിക്ക് ഓരോന്ന് പോയിട്ട് നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം വോളണ്ടിയറിങ് ചെയ്യും. ഇപ്പം അരവിന്ദ് പറഞ്ഞ പോലെ ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് ഞാൻ ആ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഏതെല്ലാം തരം വേസ്റ്റ് ആണ്, ഏതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ ബൂസ്റ്റിന്റെ ഈ കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരിടുന്ന ഒരു ബൂസ്റ്റിന്റെ ഒരു സാഷേ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി, ഇത് ഈ പ്ലാസ്റ്റിക്കിന് പകരം നമ്മൾ നല്ലൊരു ഇക്കോ ഫ്രണ്ട്ലി ഒരു പാക്കറ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ആ കമ്പനി എടുക്കും. അതിന്റെ ഒരു സോഷ്യൽ ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു 10 ഉൽപ്പന്നങ്ങളുടെ ഐഡിയയുമായിട്ടാണ് ഞാൻ ഇത് അവിടുന്ന് വരുന്നത്, ഈ കച്ചറയുടെ ഇടയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഐഡിയ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കും, നിങ്ങളൊരു കടയിൽ കൊണ്ടിട്ട് നിങ്ങൾ ഷർട്ട് തയ്ക്കാൻ കൊടുക്കുക. ആ ഷർട്ട് തയ്ക്കാൻ കൊടുക്കുമ്പോൾ അവർ അയ്യോ ബട്ടൺസ് വെച്ചില്ല കേട്ടോ മോളെ, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരാമോ? അപ്പൊ ഈ ബട്ടൺസ് വെക്കാൻ എന്തുമാത്രം ആവശ്യമുണ്ടെന്ന് ആലോചിക്കണം അവിടെ, അതിനുള്ള തിരക്ക്. ഞാൻ പലരോടും പറയും, എറണാകുളത്തെ തയ്യൽ കടകളിൽ നിന്ന് ബട്ടൺസ് മാത്രം തയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഒരു പ്രൈസ് തുടങ്ങാമോ, നിങ്ങൾക്ക് അത് മതി ഒരു ലക്ഷാധിപതി ആവാനായിട്ട്. അങ്ങനെ ഓരോന്നിനും നമ്മൾ ഇതിനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചു നോക്കുമ്പോൾ അറിയാം എത്ര ടാസ്ക് ഓരോ ഫീൽഡിലും ഉണ്ടെന്നുള്ളത്. അതിനെ ഓരോന്നെടുത്ത് നമ്മൾ തന്നെ സ്പെഷ്യലൈസേഷൻ ചെയ്താൽ തന്നെ മതി. അപ്പൊ ഈ വോളണ്ടിയറിങ്ങിന് പോകുമ്പോൾ ഞാൻ വേൾഡ് ആയുർവേദ കോൺഗ്രസിന്റെ അതിന് ഭോപ്പാലിലും ബാംഗ്ലൂരിലും അഹമ്മദാബാദിലും എല്ലാം വോളണ്ടിയർ ചെയ്യാൻ പോകും. ഡോക്ടറും അല്ല, ആയുർവേദ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ആയുർവേദം എന്നുള്ള സംഗതി. എനിക്ക് അല്ലാതെ ഇതിലോടൊന്നും ആക്സസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ ടീമിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ലോകത്തു നിന്നുള്ള ആൾക്കാരാണ് ഡോക്ടേഴ്സ് വരുന്നത്. ഇവരെങ്ങനെയാണ് ഈ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഒരു ക്രൈസിസ് വരുമ്പോൾ അവർ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഓരോ ഇങ്ങനത്തെ ഇവന്റ് കഴിയുമ്പോൾ ഒരു 4 MBA ഡിഗ്രി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പോലെയാണ് എനിക്ക് നമ്മൾ എൻറിച്ച്ഡ് ആവുന്നത്. കാരണം നമ്മൾ ആ ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ അവർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു 5 വർഷം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു സൊല്യൂഷൻ ആണ് ഇവർ ഒറ്റ ഒരു ഡിസിഷനിലൂടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആവുക നമ്മുടെ ലൈഫില്, നമ്മുടെ അപ്രോച്ചിലും എല്ലാം. അങ്ങനെ എനിക്ക് വോളണ്ടിയറിങ് ഇപ്പൊ ന്യൂയോർക്ക് ഫാഷൻ വീക്കിന് എത്തിയത് പ്യൂർലി ഒരു വോളണ്ടിയറിങ്ങിന്റെ ഒരു കഥയുടെ ഒരു പരിണാമ ഫലമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തുന്നത്. എന്റെ കൂടെ ഉള്ളവരെല്ലാം വായും വിളിച്ചിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത ആഴ്ച ഞാൻ ന്യൂയോർക്ക് ഫാഷൻ വീക്കിനും എന്റെ ഡിസൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു പോക്കായിരുന്നു. അപ്പം ഏറ്റവും ഗുണം എന്താന്ന് വെച്ചാൽ പല ഇതിലുള്ള ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നു. അവരെല്ലാം ഈ ഒരു മെന്റാലിറ്റി ആയിട്ട് വരുന്നവരെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര സിങ്ക് ആവും നമ്മൾ ഇവരെല്ലാമായിട്ട്. അപ്പം തന്നെ നമ്മൾ കാഷ്വൽ ആയിട്ട് മീറ്റ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ സമയവും എഫേർട്ടും വേറെ എന്തിനോ വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കാണുന്നത് തന്നെ അവർ വേറെ ഒരു പെർസ്പെക്റ്റീവിലാണ്. പിന്നെ നമുക്ക് അവരുടെ ഒരു ഗുഡ് ബുക്സിൽ വേഗം നമ്മൾ എത്തുകയും കൂടി ചെയ്യാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ജഡ്ജസ് ആയിട്ടുണ്ടാവും, ഡോക്ടേഴ്സ്, ഇവരെല്ലാം അല്ലെങ്കിൽ നമ്മൾ 2-3 മാസം ഇരുന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് കിട്ടേണ്ട ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് എ കോൾ അവേ അവരെ സംബന്ധിച്ചിടത്തോളം. സാറേ ഓർക്കുന്നോ നമ്മളൊന്ന് ഫോർട്ട് കൊച്ചിയിൽ കണ്ട വരും ലക്ഷ്മി വരും, ഇങ്ങനെയാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പൊ നെറ്റ്വർക്കിങ്ങിനും ജെന്യുവൻ ആയിട്ട്, ഞാൻ പറഞ്ഞ വെറുതെ ഒരു ആവശ്യമില്ലാത്തതല്ല, ഞാൻ പറഞ്ഞത് ജെന്യുവൻ ആയിട്ട് നമുക്ക് നല്ല ആൾക്കാരെ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വോളണ്ടിയറിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെണ്ടപ്പുറത്ത് കോല് വയ്ക്കുന്നിടത്ത് എല്ലാം ഞാനുണ്ട്. ആധ്യാത്മരാമായണത്തിന്റെ എന്തെങ്കിലും ഇത് നടക്കുന്നുണ്ട്, അവിടെയും വിളമ്പാനും അതിനൊക്കെ പോകും. അപ്പോഴായിരിക്കും നമ്മൾ അതിനകത്തെ ഉള്ളൊരു വലിയൊരു അഗ്രഹണ്യനായിട്ട് ആളെ കാണുന്നത്. എളുപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ പല ഫീൽഡ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒരു ജനറലിസ്റ്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. കാരണം പലതിനെ കുറിച്ചിട്ടുള്ള ഇപ്പം ഷയ്യ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്ത് അത് ഫാഷൻ ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു ടൈലറിംഗ് യൂണിറ്റിന്റെ സോഴ്സിൽ ഇങ്ങനെ വെട്ടുകഷ്ണം വരും എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ ആണ് ഷയ്യ എന്ന് പറയുന്നൊരു സംഭവം വേൾഡ് എക്കണോമിക് ഫോറത്തിൽ എത്താനുള്ള കാരണം. അപ്പൊ അങ്ങനെ ഇതിലെല്ലാം വോളണ്ടിയറിംഗ് ആണ് എന്നെ സംബന്ധിച്ചാൽ. കുട്ടികളിലെല്ലാം ഇത് സ്കൂളിൽ നിങ്ങൾ കമ്പൽസറി ആക്കി വെക്കേണ്ട ഒരു സംഭവമാണ് ഈ വോളണ്ടിയറിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത്രയും സ്കില്ല് നമ്മൾ അക്യൂർ ചെയ്യാണ് ഓരോ ഇവന്റും ഓരോ എക്സ്പീരിയൻസ് കഴിയുമ്പോഴത്തേക്കും. പറഞ്ഞതുപോലെ ഒരു ഡിസൈനറായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. ഇന്റീരിയർ ഡിസൈനിങ് രംഗത്തും ലക്ഷ്മി മേനോൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് എങ്ങനെ ഒരു ചെറിയ പ്രായം മുതൽ ഇപ്പം അച്ഛൻ സ്വന്തം വീടിന്റെ ഡിസൈനിങ്ങിലും അല്ലെങ്കിൽ അതിന്റെ ഒരു വീടാകുന്നത് വരെ മകളെ ഈ പറഞ്ഞ വോളണ്ടിയറിങ് വേണമെങ്കിൽ അവിടെ നിന്നാണ് പഠിച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ഡിസൈനിങ്ങിലേക്ക് എങ്ങനെയാ താല്പര്യം വന്നത്? അങ്ങനെ ഒരു താല്പര്യം ചെറിയ പ്രായം മുതലേ ഉണ്ടായിരുന്നു? വളരെ കൊച്ചിലെ തന്നെ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോ നമ്മള് ചിലപ്പോ ശനിയാഴ്ച എക്സ്ട്രാ ക്ലാസ് വരുമല്ലോ, അന്ന് കളർ ഡ്രസ് ഇടാം.
ആ കളർ ഡ്രസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഇടുന്ന ഉടുപ്പിന് മാച്ച് ചെയ്യുന്ന കമ്മൽ, അതിന്റെ ആ തുണിയുടെ ഒരു കഷ്ണം എടുത്ത് ഒട്ടിച്ച് കമ്മലിൽ വെക്കും, അതിന്റെ ഒരു കൊച്ചു ബോ ഉണ്ടാക്കി ചെരുപ്പിൽ വെക്കും. അന്നത്തെ ദിവസം എന്ന് പറയുന്ന എക്സൈറ്റ്മെന്റ് മുഴുവൻ ഇതിനാണ്. അപ്പം അന്ന് തൊട്ടേ ഈ ക്രിയേറ്റീവ് ഫീൽഡായിരിക്കും, ഫാഷൻ ഡിസൈൻ ആയിരിക്കും എന്നുള്ളൊരു താല്പര്യമുണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോകണമെങ്കിൽ കളർ ഡ്രസ് ഇട്ട് പോവാം. ആ സ്റ്റഡിയിൽ പകുതി ദിവസം ഹോൾ ടിക്കറ്റിന് മേടിക്കാൻ പോകുമ്പോൾ ഇടേണ്ട ഉടുപ്പിന്റെ ഡിസൈനിങ്ങിലായിരുന്നു ഞാൻ കൂടുതൽ സമയം കളഞ്ഞിരുന്നത്. അപ്പം അമ്മയൊക്കെ പറഞ്ഞു, നോക്കി ഇത് തന്നെയാണെന്ന് ഉറപ്പാണ്, അപ്പൊ NIFT പോലത്തെ അങ്ങനത്തെ തന്നെ നോക്കിയാൽ മതി എന്നാണ്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. പക്ഷെ നമ്മള് ഇപ്പൊ ഞാൻ ആ വീട് പണിയുടെ സംഗതി ശരിക്കും പറഞ്ഞാൽ എന്നെ ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്ക് പോകാൻ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു പ്ലാൻ കണ്ടാൽ എനിക്ക് 3D ഇതായിട്ട് വിഷ്വലൈസ് ചെയ്യാമെന്നൊന്നും എനിക്ക് അന്ന് അറിഞ്ഞൂടായിരുന്നു. അതിനകത്ത് ഇൻവോൾവ് ആയപ്പോഴത്തേക്ക് മനസ്സിലായി എനിക്ക് അപ്പൊ തന്നെ എനിക്ക് ഭിത്തിയും ഇതും എല്ലാം എനിക്ക് അതിനകത്ത് നടക്കാൻ പറ്റും ഒരു പ്ലാൻ കണ്ടു കഴിഞ്ഞാല്. അപ്പൊ വിചാരിച്ചു ഓക്കെ എന്നാൽ അതിലൊന്ന് കുറച്ച് ചെയ്യാം. അപ്പൊ അച്ഛൻ പറയുകയും ചെയ്തു, നമ്മുടെ വീട് കഴിഞ്ഞിട്ട് ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ പോയത് നന്നായി, ഇല്ലെങ്കിൽ നമ്മൾ കുത്തുവാള എടുത്തു പോയേനെന്ന്. കൊണ്ട് എന്റെ ഡിസൈൻ കഴിവുകളെല്ലാം കൂടെ ഞാൻ അതിനകത്ത് എടുത്തിട്ടേ. അപ്പൊ ഇതിപ്പോ എല്ലാവരുടെയും പൈസ ഇട്ടല്ലേ നീ കളിക്കുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പിന്നെ DC ബുക്സിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ഏറ്റവും ആദ്യമായിട്ട് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്ത ഇറ്റ്സ് എ ഹ്യൂജ് പ്രോജക്ട്. പക്ഷെ വളരെ രസമായിട്ട് അതിനെ അവര് ഫ്രീഡം ഒക്കെ തന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. DC ബുക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും? ജോൺസ് കുഡയുടെ കോർപ്പറേറ്റ് ഓഫീസ് ചെയ്തു. പിന്നെ ഒത്തിരി എയർപോർട്ടിൽ പലത്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ പിന്നെ പല സ്ഥലങ്ങളിൽ വീടുകളും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി നമ്മുടെ ഒരു ഐഡിയയുമായിട്ട് ചേരുന്നവരുടെ അടുത്ത് ചേരുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോജക്റ്റ് എടുക്കില്ല. കാരണം അത് കണ്ടിട്ട് വേണം വേറെ 10 എണ്ണം വരാൻ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പ്രോജക്ട്സ് കുറച്ച് സെലക്റ്റീവ് ആയിരുന്നു അത് ചെയ്യാനായിട്ട്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പം ഫാഷൻ ഡിസൈനിങ്ങിന്റെ സംഗതികളും നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം റൂൾസ് ഏതാണ്ട് സെയിം ആണ്. ഇന്റീരിയർ ഡിസൈനിങ് പറഞ്ഞാലും ഫാഷൻ ഡിസൈൻ എല്ലാം ഒരു ഹാർമണി, റിതം, ഒരു പ്രൊപ്പോർഷൻ, സ്കെയിൽ ഒക്കെയാണ് എല്ലാത്തിനും വേണ്ടത്. അതിന്റെ സ്കെയിൽ മാറുന്നു. ഉടുപ്പാണെങ്കിൽ കൊച്ചായിരിക്കും, റൂംസ് ഇന്റീരിയർ ആകുമ്പോൾ അതിന്റെ വലിയ സ്കെയിൽ ആവുന്നു. പക്ഷെ ഈ ബേസിക് റൂൾസ് എല്ലാം സെയിം. റോ മെറ്റീരിയൽസ് മാറുന്നു. മറ്റടുത്ത് സിമെന്റും ഇതും ഒരു കേർട്ടന്റെ ഒക്കെ കാര്യം വരുത്തിയാൽ നമ്മുടെ ഉടുപ്പിൽ ഒരു കുഞ്ഞു പോക്കറ്റും ഒരു ബട്ടണും ആയിരിക്കും അതിന് പകരം വരാൻ പോണത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പം ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പം ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിനകത്തേക്ക്, ഒരു പ്രശ്നമില്ലാതെ. മാത്രമല്ല ഇതിന്റെ ക്രോസിംഗ് ഓവർ ഓഫ് ആ ഒരു നോളജും ഉണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചതിന്റെ ചില സംഗതികൾ മറ്റേ ഫീൽഡിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം, അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞങ്ങളപ്പോ 2 ഡയമെൻഷനിലായിട്ട് കാണുന്ന പല കാര്യങ്ങളും ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി കാണുന്നത് 3 ഡയമെൻഷനിലായിട്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ചോദ്യം, ഒരു ഓപ്ഷൻ വരികയാണ്, ഒരു ലൈബ്രറി ഡിസൈൻ ചെയ്യാനും ഒരു മ്യൂസിയം ഡിസൈൻ ചെയ്യാനും വന്നാൽ ഏത് പ്രോജക്റ്റ് എടുക്കും? ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ DC കിഴക്കേ മുറി മ്യൂസിയം ഞാൻ ചെയ്തിട്ടുണ്ട്. DC ബുക്സിന്റെ ഇഷ്ടംപോലെ ബുക്ക് ഷോപ്സ് ചെയ്തിട്ടുണ്ട്. അതായത് എയർപോർട്ടിൽ, സിയാൽ എയർപോർട്ടിലെ ഏറ്റവും ആദ്യത്തെ ഷോപ്പ് എന്ന് പറയുന്നത് DC ബുക്സിന്റെ ഷോപ്പായിരുന്നു. അപ്പൊ അന്ന് കുര്യൻ സാർ ആയിരുന്നു എയർപോർട്ടും ഈ ഷോപ്പും ഒരേ ദിവസം അവര് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ രണ്ടും ചെയ്തിട്ടുണ്ട്. എനിക്ക് മ്യൂസിയം ഒക്കെ ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് അതിനകത്ത് നമ്മൾ എങ്ങനെ അതിനെ ഡിസ്പ്ലേ ചെയ്യണം, എന്തെല്ലാം അവിടെ വെക്കണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമായിട്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ പിന്നെ പിക്ചർ ഷെയർ ചെയ്യാം. എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രോജക്ട്സ് ആണ് DC അങ്കിളിന്റെ മ്യൂസിയം കോട്ടയത്ത്. വൈക്കോൽ കൊണ്ട് ചെയ്യുന്ന ഹേ ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അമ്മുമ്മത്തിരി, മോഹൻലാൽ, ലാലേട്ടൻ വരെ അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. ഭോപ്പാലിലെ ചേരി പ്രദേശങ്ങളിൽ വെളിച്ചെത്തിക്കാനുള്ള വാട്ടർ ബൾബ്, പെൻ വിത്ത് ലവ്, ഫ്രണ്ട്ഷിപ്പ്, അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സ്കീം, ഓറഞ്ച് അലേർട്ട്, അതായത് മോശമായ റോഡുകളുടെ അവസ്ഥയെ സൂചിപ്പിക്കാൻ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, ഷയ്യ, PP കിറ്റിന്റെ വേസ്റ്റ് വെച്ചിട്ടുണ്ടാക്കിയ ഷയ്യ, ക്യുൾട്ട് ഇന്ത്യ, സമ്മാൻ, കഥകളി, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ. അപ്പൊ ഈ നമ്മൾ ഒരു മീഡിയയിൽ വായിക്കുമ്പോൾ നമ്മളൊരു ചേക്കുട്ടിയെ കുറിച്ചോ ഓറഞ്ച് അലേർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കഥകളിയെ കുറിച്ചൊക്കെ മാത്രം നമ്മൾ വായിക്കുന്നു. അത് വളരെ സക്സസ് ആവുന്നു. ഈ പറയുന്ന പോലെ വേൾഡ് എക്കണോമിക് ഫോറത്തിലും സിലിക്കൺ വാലിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളും ഒരുപാട് ഡിസ്കഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രോജക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിന്റെ പുറകിൽ ഒരു അധ്വാനം ഉണ്ടല്ലേ? ഇത് ഈ എക്സിക്യൂഷൻ സമയത്തിന് മുമ്പുള്ള ചില ബിഹൈൻഡ് ദ സീൻസ് കഥകളുണ്ട്. അപ്പൊ ഈ ഡിസൈൻ മുതൽ എക്സിക്യൂഷൻ വരെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് പറയാമോ? ഓൾറെഡി നമ്മള് ചേക്കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അതല്ലാത്ത ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്? ചിലപ്പോ ഓറഞ്ച് അലേർട്ട് പറയാമേ. അതെന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം വരുന്ന വെച്ചാൽ നമ്മൾ ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഇല്ലാത്ത ഒരു കുഴി തിരിച്ചു വരുമ്പോൾ കാണുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഗോപാലൻ ചേട്ടൻ അപ്പുറത്തുനിന്ന് ഒരു വയർ ഇങ്ങോട്ട് വലിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ റോഡ് വെട്ടി അങ്ങ് എടുത്തിരിക്കുക, ഒരു ട്രെഞ്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് മൂടലും പരിപാടി ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഓർക്കും എന്തുകൊണ്ട് നമുക്ക് ഇപ്പൊ അതല്ലാണ്ട് പോലും ഇപ്പൊ ഗട്ടർ ആണെങ്കിലും ഒരു 3 ദിവസം മഴ കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഒരു ഗട്ടർ ഉണ്ടാവുകയാണ്. നമ്മൾ അറിയുന്നുണ്ട് ബൈക്കിൽ ആൾക്കാർ
ആൾക്കാർ, കുഞ്ഞുങ്ങൾ തെറിച്ചു പോണു, ബസ്സിന്റെ അടിയിൽ പോയി ചതയുന്നു, അരയുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരു തരത്തിൽ നമുക്ക് മുമ്പിൽ ഒരു അപകടം ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അപ്പൊ ഞാൻ ഈ PWD ഓഫീസിൽ എപ്പോഴും കയറി ഇറങ്ങും മുളന്തുരുത്തിൽ. അവർക്ക് എന്നെ കാണുന്നതേ ചതുർത്ഥിയാ. സാറേ അവിടെ ഒരു കുഴി വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കുഴി. അപ്പൊ വരുമ്പോഴേ വരുന്നുണ്ട് വെള്ളക്കാർ വരുന്നുണ്ടെന്ന് പറയാം അവരെ. പക്ഷെ എനിക്ക് ഒരു മടുപ്പും ചളുപ്പും ഇല്ല. ഞാൻ പിന്നെയും പോയിട്ട് പറയാം, സാറേ അപ്പൊ എങ്ങനെയാ ആ കുഴിയുടെ കാര്യം, ഈ കുഴിയുടെ? അപ്പൊ ഒരു ബിറ്റുമിൻ വന്നില്ല, മറ്റത് വന്നില്ല എന്നൊക്കെ പറയും. അപ്പം ഇത് ചെയ്യാൻ പോണില്ല എന്ന് എനിക്ക് 1-2 തവണത്തെ പോക്കുകൊണ്ട് മനസ്സിലായി. അപ്പൊ ഞാൻ വെച്ചു, ഓക്കെ, വാട്ട് ക്യാൻ ബി ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്? എനിക്ക് എന്റെ സൈഡിൽ നിന്ന് ഇവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ മുമ്പിൽ ഒരു കുഴിയുണ്ട്, അത് നമുക്ക് നികത്താൻ പറ്റുന്നില്ല. പിന്നത്തെ ബെസ്റ്റ് തിങ് വുഡ് ബി ടു വാൺ സംബഡി അബൌട്ട് ദ ഡേഞ്ചർ അഹെഡ് എന്നുള്ളത് പറയായിരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ അലേർട്ട് ചെയ്യുന്നത്? എനിക്ക് വന്ന ഐഡിയ ഒക്കെ കേട്ട അരവിന്ദ് ഇപ്പൊ കട്ടാക്കിയിട്ട് പോയി കളയും. ഞാൻ ആദ്യം വിചാരിച്ചു ഈ കുഴിയുടെ സ്ഥലത്ത് 2 സ്ഥലം ബലൂൺ കെട്ടി വെച്ചാലോ, ദാ ഇവിടെ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കില്ല ബലൂൺ ഉണ്ടെന്ന് റോഡ് സൈഡിൽ. അത് കഴിഞ്ഞ് വിചാരിച്ചു പിന്നെ ബോർഡ് ഉണ്ടാക്കി വെച്ചാൽ, ഇപ്പൊ സ്കൂൾ ക്രോസ്, പിന്നെ കുട്ടികളുടെ ക്രോസിംഗ് ഇതൊക്കെ പറയില്ലേ, സ്കൂൾ ഹെഡ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അതിനൊക്കെ എക്സ്പെൻസീവ് ആണ്. ആ പൈപ്പ് വെക്കണം, ബോർഡ് വെക്കണം, അതൊന്നും ആരും ചെയ്യാൻ പോണില്ല. പിന്നെ ചിലപ്പോൾ കുറച്ച് ടെമ്പററി ആയാൽ മതി. കുഴി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബോർഡിന് അവിടെ നോ വാല്യൂ ഇല്ല, റെലവൻസ് ഇല്ലല്ലോ പിന്നെ. അപ്പം എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചാലോചിച്ചപ്പോൾ ഞാൻ വെച്ചു, ഓക്കെ, നമ്മള് റോഡിൽ വിസിബിലിറ്റി വേണമെങ്കിൽ പെട്ടെന്ന് സീബ്ര ക്രോസിംഗ് ഓർത്തു. അതെന്ന് പറഞ്ഞാൽ ആ വൈറ്റ് മാർക്ക് നമ്മൾ എത്ര സ്പീഡ് ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്കത് കാണാൻ പറ്റും അല്ലെ? അപ്പൊ അതേപോലെ അങ്ങനെയാണെങ്കിൽ റോഡിൽ തന്നെ വേണം ഈ ഒരു അലേർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മൾ ഡേഞ്ചറിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും നമ്മൾ ഓറഞ്ച് കൊടുക്കുമല്ലോ. റെഡ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെയാണ്, അതുകൊണ്ട് ഓറഞ്ച് അലേർട്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഓറഞ്ച് കളർ വെച്ചിട്ട് റോഡിൽ എന്തെങ്കിലും വരയ്ക്കാം. അപ്പൊ ആദ്യം ഞാൻ വട്ടം ഇങ്ങനെ റോട്ടിൽ വട്ടം വരച്ചു വെക്കാം. എന്റെ വട്ടം കണ്ടപ്പോ എനിക്ക് തന്നെ സങ്കടം വന്നു. അതുകൊണ്ട് ഞാൻ വെച്ച് വട്ടം വേണ്ട എന്ന് വെച്ചിട്ട് ട്രയാങ്കിൾ പോലെ, ക്യാപിറ്റൽ A പോലെ ട്രയാങ്കിൾ പോലെ എഴുതിയിട്ട് അത് ഫില്ല് ചെയ്യുക. അപ്പം മുമ്പിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു ആരോ പോലെ ഇരിക്കും, 3 ആരോ ടുവേർഡ്സ് ഫേസിങ് ടുവേർഡ്സ് ദാറ്റ് ഡേഞ്ചർ സ്പോട്ട്. അങ്ങനെ ഒരു 50 feet ഓൺ ഈതർ സൈഡ് ഓഫ് ദാറ്റ് ഡേഞ്ചറസ് സ്പോട്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ബൈ ദ ടൈം യു റീച്ച് ദാറ്റ് ഡേഞ്ചറസ് സ്പോട്ട് നിങ്ങൾക്ക് സ്പീഡ് കുറയ്ക്കാനുള്ള ടൈം കിട്ടണം. അപ്പൊ അതിനാണ് ഒരു 50 feet ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 2 അടി നീളം ആ A എന്നുള്ള ആരോയ്ക്ക് ബേസിനും ഒരു 2 അടി നീളം. അത് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ നിപ്പിൽ നമ്മൾ കൈ ഇങ്ങനെ മുമ്പോട്ട് വീശുമ്പോൾ കിട്ടും. അതേപടി കൈ തിരിച്ചും കൊണ്ടുവരുന്നു, അതിനെ ക്ലോസ് ചെയ്യുന്നു, അകം ഫില്ല് ചെയ്യുന്നു. അപ്പൊ ഇത് 2-3 എടുത്ത് വരച്ചപ്പോഴത്തേക്ക് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി, എന്താ സംഭവം എന്നൊക്കെയുള്ള ചോദിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വലിയ കുഴപ്പമില്ല, ഏൽക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചൊരു ക്യാമ്പയിൻ പോലെയൊക്കെ തുടങ്ങി. പക്ഷെ ആ സമയത്ത് ജയസൂര്യ ഏതോ കുഴി അടച്ചു എന്നും പറഞ്ഞിട്ട് കേസായെന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും റോട്ടിൽ തൊട്ട് കളിക്കാൻ പേടി. ആക്ടർ ജയസൂര്യ എവിടെയോ പുള്ളിയുടെ പാവം സിവിക് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഓർത്തിട്ട് എവിടെയോ പോയി കുഴി അടച്ചു, അത് ആപ്പിലായെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ജനമൊക്കെ ഇത് വായിച്ചിട്ടുള്ളതുകൊണ്ട് പറയുന്നത്, എന്റെ പൊന്നി ചേച്ചി ഞങ്ങൾ റോഡിൽ പെയിന്റ് ചെയ്യാനൊന്നും ഇല്ല, ഞങ്ങൾക്ക് വയ്യ അതിൽ തൂങ്ങാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം എന്റെ പേര് പറഞ്ഞു, ഞാൻ പോയിക്കോളാം, ആ പേരിൽ അറസ്റ്റ് ചെയ്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സോഷ്യൽ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് എവറി കിലോമീറ്റർ യു വിൽ ഫൈൻഡ് എ സ്കൂൾ ഓർ എനിത്തിങ്, അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ആ കുട്ടികൾക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഭയങ്കര കരുതലിന്റെ ഒരു പ്രതീകമായിരുന്നു ശരിക്കും പറഞ്ഞാല്. ദൂരെ നിന്ന് വരുന്നുള്ള പറയുന്നത് ഈ ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത റോഡാണ്, അതാ മുമ്പിൽ ഇങ്ങനെ ഒരു അപകടം നിൽക്കുന്നു. മാത്രമല്ല ഇതിപ്പോ വെറും ഡിസ്റ്റംബർ പെയിന്റ് അടിക്കുന്നത്, അതൊരു 1-2 ആഴ്ച കഴിയുമ്പോൾ അത് തേഞ്ഞു മാഞ്ഞു പോകും. 10 ബസ് വന്ന് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. അപ്പൊ അതിന്റെ റോഡിന് ക്ഷീണം ഇല്ലാതെ എന്നും മാർക്കറ്റ് അവിടെ കിടക്കില്ല. ഇവര് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടിച്ച് കഴുകി കളഞ്ഞാൽ പോലും അത് പൊയ്ക്കോളും അങ്ങനെ. പക്ഷെ പല സ്ഥലങ്ങളും ഞാൻ 3-4 തവണ വരച്ച സ്ഥലങ്ങളുണ്ട് കേട്ടോ, കാരണം റോഡ് ഒരു തരത്തിലും നന്നാക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെയും ഞാൻ ഒരു നാണം ഇല്ലാണ്ട് പോയിട്ട് വീണ്ടും വരയ്ക്കും. അപ്പൊ കാറിനകത്ത് എപ്പോഴും ഒരു ഓറഞ്ച് പെയിന്റും ഒരു ബ്രഷും ബാഡ് റോഡ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെർമോക്കോൾ ഒരു റിഫ്ലക്ടർ ഓറഞ്ച് ഒക്കെ വെച്ചിട്ട്, അപ്പം കുറച്ചൊരു നാൾ മുമ്പായിരുന്നിട്ട് അമ്മൂമ്മയെ കൊണ്ട് ഞാൻ ഇത് പിടിപ്പിച്ചോടെ അവിടെ നിൽക്കും. അപ്പൊ നാച്ചുറലി ആൾക്കാർ ശ്രദ്ധിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത്. സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അപ്പൊ ഒത്തിരി പേര് യങ്സ്റ്റേഴ്സും എല്ലാം ഇറങ്ങി വന്നിട്ട് എന്റെ പൊന്നി ചേച്ചി ഇങ്ങനെ ഒരെണ്ണം ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ അങ്ങോട്ട് ഏറ്റെടുക്കുക. അതോടെ അമ്മയും തിരിച്ച് കാറിനകത്ത് കയറും, ഞങ്ങളാവും പിന്നെ അത് ബാക്കി ചെയ്യാം. അങ്ങനെ ഫ്രണ്ട്സിനെ കിട്ടിയ ഒത്തിരി ഇൻസ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ ഈ ചെല്ലുന്നവർക്കൊക്കെ ഇത് ആഗ്രഹം. അപ്പുറം ചേച്ചി കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ഒരു പയ്യൻ ബൈക്കിൽ വീണതെന്നോ മരിച്ചതെന്നോ ഒക്കെ കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കും അതിന്റെ ഒരു നീഡ് തോന്നിയിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതായിരുന്നു ഓറഞ്ച് അലേർട്ട് എന്നുള്ളൊരു സംഭവം. പക്ഷെ ഞാനത് ഇവരോടൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് പോലെ നമ്മൾ ഈ വരച്ചാലുള്ള ഗുണം വെച്ചാൽ ഗാന്ധിഗിരി തരം പ്രൊട്ടസ്റ്റ് ആണ്. നമ്മൾ PWD ചീത്ത പറയുന്നില്ല, കോൺട്രാക്ടറിന്റെ ചീത്ത പറയുന്നില്ല, ഒന്നുമില്ല. പക്ഷെ മുമ്പിലുള്ള ഒരു അപകടത്തിനെ നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ ചെറിയൊരു സിഗ്നൽ കൊടുക്കുകയാണ് ടു സേവ് ലൈഫ്സ്. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡൂയിങ് അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നു മറ്റവർക്ക് വോട്ട് ചെയ്യും, വർഷവർക്ക് വോട്ട് ചെയ്യും, ന്യൂ ഇയറിനൊക്കെ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി എനിക്കുന്നത് ഇയർ മുഴുവൻ കിടപ്പുണ്ട്
പപ്പാനിയെ വരച്ചതും ക്രിസ്മസിന്റെ വിഷസ് എഴുതിയതും ഒക്കെ അതൊന്നും ഇറ്റ്സ് നോട്ട് ഒരു ഗുണം കമ്മ്യൂണിറ്റിക്ക് ഇല്ല. പക്ഷെ ഓറഞ്ച് പെയിന്റ് ഇത് വരച്ചാൽ ഇറ്റ്സ് ലിറ്ററലി സേവിങ് ലൈഫ്സ്. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും ഒരു കർമ്മഫലം പോലെ നമ്മൾ ഇവിടെ ഒരു ലൈഫ് നമ്മൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കോഴിക്കോട് എത്തുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും ഇതുപോലെ നമുക്ക് ഇൻഡിക്കേഷൻ തന്ന് നമ്മളുടെ ആൾക്കാരുടെ ലൈഫ് ചിലപ്പോൾ സേവ് ആവുന്നത് അല്ലേ, ആ ഒരു കർമ്മ ഇത് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ തുടങ്ങി. പക്ഷെ അത് ദാറ്റ് ഡിഡ്ന്റ് ടേക്ക് ഓഫ് ആക്ച്വലി. ഞാൻ എന്റെ കപ്പാസിറ്റിയിലെല്ലാം പറ്റുന്നിടത്തെല്ലാം ഒരു നാണവും ഇല്ലാണ്ട് വരച്ചു പോകുന്നുണ്ട്. പിന്നെ ഈ ഡിസംബർ ഇപ്പൊ ബർജർ പെയിന്റ്സുമായിട്ട് ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ അവര് പറയുന്നത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് പെയിന്റ് മേടിച്ചതെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് അവരുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് അവർ ഇത് റീംബേഴ്സ് ചെയ്യും അതിന്റെ വില. അപ്പൊ ആ പൈസ പോലും നമ്മൾ മുടക്കണ്ട. അപ്പൊ ആ പ്രോജക്റ്റ് ആർക്ക് താല്പര്യമുള്ളവർക്കും നമ്മുടെ പ്യുവർ ലിവിങ്ങിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ ലക്ഷ്മി മേനോനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം അല്ലെ. നമ്മള് ഗൂഗിൾ ചെയ്താലും മനോരമ ന്യൂസിന്റെ ഒക്കെ ക്ലിപ്പിംഗ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത്രയും സിമ്പിളാ. It takes us 2 minutes. സ്വന്തമായിട്ട് ചെയ്താൽ മാത്രം മതി, ആ ഒരു പ്രോജക്റ്റ് നടന്നാൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ വഴി പോകേണ്ട കാര്യമില്ലേ. ഞാൻ പറയും രാത്രി എപ്പോഴും ഉറങ്ങുമ്പോ ഒരാളെങ്കിലും ഇന്ന് സേവ് ചെയ്തിട്ടുണ്ടാവും എന്നൊരു സമാധാനത്തോടെ എനിക്ക് ഒന്നും കൂടി സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ പറ്റാറുണ്ട്. ഓക്കെ. ഈ ഞാൻ എപ്പോഴും ഇന്റർവ്യൂസിലോ അല്ലെങ്കിൽ ഒക്കെ കേൾക്കുന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലെ ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണമെന്ന് പറയുന്നത്. മറ്റാരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ ഈ വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ്, അപ്പൊ ഇതിലൊക്കെ നമ്മൾ മലയാളികൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ഒരു മലയാളി എങ്ങനെയാണ് ഇനി മാറേണ്ടത്? പലപ്പോഴും എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ആൾക്കാരെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ കമ്മ്യൂണിറ്റിയിൽ. പക്ഷെ അവര് പറയുന്നത് ഞാൻ രണ്ടു കൂടി ഉണ്ടാക്കട്ടെ, എന്നിട്ട് ഞാനൊരു തുടക്കമുണ്ട് ഇനി അങ്ങോട്ടേക്ക്, മനസ്സിലായി. എന്നിട്ടാണ് നമ്മൾ CSR വെച്ചിട്ട് നമ്മൾ വീട് പണിത് കൊടുക്കുന്നു പിന്നെ അങ്ങ് തുടങ്ങുകയെന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ 2 ലക്ഷം രൂപ ഉണ്ടാക്കുമ്പോഴും എനിക്ക് വേണമെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് ഒരു കുട്ടിക്ക് ബുക്ക് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടാബ് വേണമെങ്കിൽ മേടിച്ചു, അല്ലെങ്കിൽ 5,000 രൂപയ്ക്ക് എനിക്ക് മേടിച്ചു. ഞാൻ 2 കൂടി ആവാൻ ഞാൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ആ ഉള്ളതിൽ നിന്ന് നമ്മൾ പാർട്ട് ചെയ്യുമ്പോഴാണ്, നമ്മൾ അതിന് ഷെയർ ചെയ്യുമ്പോഴാണ് അതിന് ശരിക്കും പറഞ്ഞ ഒരു മൂല്യം ഉണ്ടാവും അല്ലെ. അല്ലാതെ അപ്പം അത് ഞാൻ എപ്പോഴും ഓർക്കും. 10,000 രൂപയുള്ളപ്പോൾ 100 രൂപ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ CSRന്റെ വെച്ചിട്ട് കാശ് മിച്ചം വെച്ചിട്ട് അതിന്റെ 2% ആവാൻ ഞാൻ നോക്കാറില്ല. ഇപ്പൊ ഷയ്യ ചെയ്യുന്നതും അമ്മൂമ്മത്തിന് ഇതൊക്കെ പറയുന്നത് എന്റെ ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയ്ക്ക് ഉള്ളതിൽ നിന്ന് ശരിക്കും പകുത്തു കൊടുക്കുക. അപ്പം അത് ഒരു ഗവൺമെന്റും ആരും അത് നിഷ്കർഷിക്കുന്നില്ല. പക്ഷെ ഇറ്റ് ഈസ് മൈ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. സോ അങ്ങനെയാണ് ISR എന്ന് പറയുന്ന ഒരു ടേം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. അത് ഓരോരുത്തർക്കും ചെയ്യാം, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ദെയർ ഇൻകം ഇസ്. അതിനനുസരിച്ചിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്താൽ മതി. കാരണം 10 രൂപ ആവശ്യമുള്ളവന് ഈ നാട്ടിലുണ്ട്. നമ്മുടെ ആ 10 രൂപയ്ക്ക് മൂല്യമുള്ള ആൾക്കാരുണ്ട്, നമുക്ക് അത് കൊടുക്കാന്നേ. അതുപോലെ വെൽത്ത് ഫ്രം വേസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ഒരു തമാശ, നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മളെ ഓരോന്നിനെ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്? ജസ്റ്റ് ബിക്കോസ് അവർ ഹ്യൂമൻ ഇന്റലക്ട് ഡസന്റ് ഹാവ് ദ കപ്പാസിറ്റി ടു ഫൈൻഡ് എ യൂട്ടിലിറ്റി ഫോർ സംതിങ്. വേസ്റ്റ് എന്നുകൊണ്ടങ്ങ് തട്ടുകയാണ്. ഈ ഭൂലോകത്തൊരു വേസ്റ്റ് ഉണ്ടായത് നമ്മളെ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഒരൊറ്റ ജീവജാലങ്ങൾക്ക് ഒരു 10 പൈസയുടെ ഗുണമില്ല. ഇതിനെ അരിഞ്ഞു തിന്നുക, പുഴുങ്ങി തിന്നുക, അവന്മാരുടെ ജീവിതം. അതിനകത്തുകൊണ്ട് പ്ലാസ്റ്റിക് ഇടുക, അവന്മാരെ ചോക്ക് ചെയ്യുക. ഇതാണ് മനുഷ്യൻ ചെയ്യുന്നത് മുഴുവനും അല്ലെ. എന്നിട്ട് പറയുകയാണ് അതൊക്കെ വേസ്റ്റ് ആണെന്ന്. ബാക്കിയുള്ളതിനെ വേസ്റ്റ് എന്നങ്ങ് പറയാ. അപ്പൊ ഇപ്പൊ ആ PP സ്ക്രാപ്പ് വേസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു സാധനമായിരുന്നു. അവസാനത്തെ ലോട്ടിൽ ഞാൻ മേടിക്കുമ്പോ കിലോയ്ക്ക് ഞാൻ 7 രൂപ വെച്ച് മേടിക്കാം. PP കിറ്റിന്റെ അല്ലേ ഈ കോവിഡ് ടൈമിലാണ് ആ ഒരു ഐഡിയ വന്നത്? അതായത് അതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ ടൈലറിംഗ് വേസ്റ്റ് വെച്ചിട്ട് ഈ ഷയ്യ എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ജസ്റ്റ് തുടങ്ങിയിരുന്നു, ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ ദിവസവും വേസ്റ്റ് കത്തിക്കുക എന്നാണ് ടൈലറിംഗ് ഷോപ്പ് പറയുന്നത്. എന്തെന്ന്, ഈ തുണി അണി കത്തിക്കുന്നത്. എത്രയോ അതിന്റെ ഡൈയിങ്ങിന് വേണ്ടിയിട്ട് എത്രയോ പുഴകള് മലിനപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെന്നറിയാം. ഓരോ തുണി, ഒരു പെയർ ഓഫ് ജീൻസിന് ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ട് വരാൻ 10,000 ലിറ്റേഴ്സ് ഓഫ് വെള്ളമാണ് വേണ്ടത് ഒരു പെയർ ഓഫ് ജീൻസിന്. എന്നിട്ടാണ് നമ്മള് അതിനെ കുറച്ച് കഴിയുമ്പോൾ ഇത് വേണ്ട, ഇത് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയുന്നത്. അല്ലെങ്കിൽ ഈ ജീൻസിന്റെ മെറ്റീരിയലിൽ ഒരു സാധനം തയ്ച്ചിട്ട് അതിന്റെ ഒരു 20 സെന്റിമീറ്റർ നമ്മൾ വേസ്റ്റ്. ഇപ്പൊ ഒരു ബ്ലൗസ് പീസ് ഒരു മീറ്റർ ആയിട്ടാണ് പലപ്പോഴും നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് അതിന്റെ പീസ് വരുന്നത്. പലപ്പോഴും 80 സെന്റിമീറ്റർ മതി നമുക്കൊരു ബ്ലൗസ് വെക്കാൻ. ആ 20 സെന്റിമീറ്റേഴ്സ് ആരും നമ്മളും പോയി മേടിക്കുന്നില്ല, കടക്കാരനും അത് വേണ്ട. അവനത് വൈകുന്നേരം കത്തിച്ച് കളയാണ്, മനസ്സിലായി. അപ്പം എത്രമാത്രം ഈ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഡൈ ചെയ്തും ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കിയ ഒരു കഷ്ണം തുണിയാണ് നമ്മൾ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ വൈകുന്നേരം കത്തിച്ചങ്ങോട്ട് കളയുന്നത്. അപ്പൊ അതിന് പകരം അതിനെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അതിനെ അപ്സൈക്കിൾ ചെയ്തിട്ട് വേറൊരു പേർപ്പസ് അതിനുണ്ടാക്കാം എന്നുള്ളതിലാണ് ഷയ്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആലോചിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ PP സ്ക്രാപ്പും ഇങ്ങനത്തെ ഈ ഒരു ഭയങ്കരമായിട്ട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സമയത്താണെങ്കിൽ എല്ലാവരും ബിസിനസ് ഒക്കെ മോശമായതിന് തയ്യലൊക്കെ അല്ലാത്ത തുണി കച്ചവടമൊന്നും ഇല്ല.
എല്ലാ ടൈലറിംഗ് യൂണിറ്റും PPE-യുടെ മാസ്കും ഗൗണും തയ്ക്കുന്ന മേഖലയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ അവരുടെ ആകെ ജനറേറ്റ് ചെയ്തിരുന്ന വേസ്റ്റ് PPE മെറ്റീരിയലിന്റെ ആണ്. അങ്ങനെ ആണ് അതെടുത്ത് ചെയ്യുന്നത്. എന്നിട്ട് പറയാം അത് വേസ്റ്റാ പോലും. അവസാനത്തെ ലോട്ട് ഞാൻ എടുക്കുമ്പോൾ 7 രൂപയ്ക്ക് 1 കിലോയ്ക്ക് കൊടുത്തിട്ട് ഞാൻ മേടിക്കേണ്ടി വന്നു. കാരണം ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി ഇത് വേസ്റ്റ് അല്ല, ഇതിന് വിലയുണ്ടെന്ന്. അതോടെ എന്റെ ആഫീസ് കൂട്ടി. മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ഓക്കെ. ഈ ഒരുപാട് മീഡിയയുടെ സപ്പോർട്ട് എപ്പോഴും ഈ നല്ല പ്രോജക്ട്സ്, ഒരു ഡിസൈൻ ചെയ്യുന്ന പ്രോജക്റ്റ് വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഒരുപാട് മീഡിയയുടെ സപ്പോർട്ട് ഉണ്ട്. അതിൽ ഒരുപാട് അംഗീകാരങ്ങൾ ഇപ്പം ലോകത്തെ ഇൻസ്പയർ ചെയ്ത 10 ഇന്ത്യൻ വനിതകളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുത്തു. വനിതാ വുമൻ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കിട്ടി. അതല്ലാതെ നിരവധി അംഗീകാരങ്ങൾ. പക്ഷെ ഈ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് കരുതുന്നത് എന്താണ്? എനിക്ക് ഒത്തിരി സ്നേഹം കിട്ടുന്നുണ്ടേ. ഭയങ്കരമായിട്ട് നമ്മൾ ചെല്ലുമ്പോ ഒരു റൂം ബ്രൈറ്റൻ അപ്പ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ആൾക്കാര് വന്നു എന്ന് പറയുന്ന ഒരു സുഖം. പിന്നെ നമ്മൾ ആരെങ്കിലൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴും ദ കൈൻഡ് ഓഫ് റെസ്പെക്ട് ദാറ്റ് വി ഗെറ്റ്. ഓക്കെ, ലക്ഷ്മി വിളിക്കുന്നെങ്കിൽ അത് ചുമ്മാ ഒരു കാര്യത്തിനല്ല എന്നുള്ള പോലെ ഒരു ഇത് വരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടിയത് ആക്ച്വലി ക്ലബ് ഹൗസിൽ ഒരു റൂമിലിരിക്കുക. അപ്പം അവിടെ ബോസ് കൃഷ്ണമാചാരി വന്നു, നമ്മുടെ ബിനാലയുടെ കോ ഫൗണ്ടർ. അപ്പൊ അപ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ആരാ വന്നേക്കുന്നത് നോക്ക്, ബോസ് ആണ് വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുമോ, നമുക്ക് അദ്ദേഹത്തിനെ നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളാ റൂമിനകത്ത്. അപ്പൊ ബോസ് സ്പീക്കറായിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടാണ് ഈ റൂമിലേക്ക് വന്നത്. ഇഫ് ഷീ സ്പെൻഡിങ് ടൈം ഇൻ എ റൂം ഐ എം ഷുവർ ഇറ്റ്സ് ഗോണ ബി വർത്ത് വൈൽ എന്ന് പറഞ്ഞു. അങ്ങനത്തെയൊക്കെ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഒരു വലിയ ഒരു രസം തന്നെയല്ലേ, ഒരു സന്തോഷം തന്നെ അത്. അങ്ങനെ കുറെ. ഇപ്പൊ മമ്മൂക്ക ആണെങ്കിൽ എന്ത് പൊട്ട ഐഡിയ ഉണ്ടെങ്കിലും ഞാൻ മമ്മൂക്കയ്ക്ക് മെസ്സേജ് ചെയ്യും. ആ സെക്കൻഡിൽ അതിന് എന്തെങ്കിലും ഒരു മറുപടി വരും എന്നുള്ള എത്രയോ പേരയക്കുന്നത്. ഞാൻ അമ്മയെ കാണിക്കാം, അമ്മയെ നോക്കിക്കോ, ഞാൻ മാക്സിമം ഒരു 25 സെക്കൻഡ് കൊടുക്കാം, ഹി വിൽ റിപ്ലൈ. അങ്ങനെ തന്നെ അത് വരികയും ചെയ്യും. അപ്പൊ അതൊക്കെ എത്ര പൈസ കൊടുത്ത് എന്ത് ചെയ്താലും നമുക്ക് കിട്ടാവുന്നതാണോ? ഇപ്പം അമിതാഭ് ബച്ചൻ തന്നെ ആ ഷോ ചെയ്തിട്ട് അതിന്റെ ഒരു സീക്വൽ പോലെ ഒരെണ്ണം വരുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത 4 പ്രോജക്റ്റിനകത്ത് ഒരെണ്ണം മുഹമ്മത്തിരി ആയിരുന്നു, BBC-യിൽ വന്ന പ്രോജക്റ്റിന്റെ. അപ്പൊ അതൊക്കെ എനിക്ക് വലിയൊരു എത്ര വില കൊടുത്താലും കിട്ടാത്ത ഒരു സന്തോഷമാണ്. ആനന്ദ് മഹീന്ദ്ര, അയ്യോ അതൊക്കെ പറയല്ലേ, ഡ്രീം കം ട്രൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴുണ്ടല്ലോ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിന്റെ കണ്ണിപ്പെടണം. കാരണം അദ്ദേഹം എപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇന്നോവേഷൻസിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഓരോ ദിവസം പറയും എന്റെ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ കണ്ണിലൊന്ന് പെട്ടിരുന്നെങ്കിൽ എന്ന് ഓർക്കുമ്പോഴാണ് ഇപ്പൊ ഷയ്യ പ്രോജക്റ്റിനെ പറ്റി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സ്പേസ് ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഇന്നോവേഷന്റെ ഒപ്പം തന്നെ വേണ്ടതാണ് ലോകത്തിന് ഇങ്ങനത്തെ ഇന്നോവേഷൻസും. ആൻഡ് ഇഫ് ഷീസ് ഇൻട്രസ്റ്റഡ് ഐ ക്യാൻ കം ആസ് എൻ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, കേട്ടിട്ട് കിളി പോയി. ഓക്കെ. ഈ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ പറയുമ്പോഴും സൊസൈറ്റിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഇത് ന്യായമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതെങ്ങനെയാ ഒരു ജീവിതമാർഗമായിട്ട് എടുക്കാവുന്നത്? അതായത് നമ്മളൊരു ഓണ്ടർപ്രണർഷിപ്പ് ആണല്ലോ, അപ്പൊ അതിൽ എങ്ങനെയാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പം അമേരിക്കയിലേക്ക് പോകുന്ന കഥയും അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷെ സാധാരണ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുകൂടെ പറയാം. പക്ക ബിസിനസ് നടത്തുന്ന പോലെ തന്നെയാണ് കേട്ടോ അരവിന്ദ്, നമ്മള് അതിന്റെ റവന്യൂ മോഡൽ അല്ല. പക്ഷെ സോഷ്യൽ എന്റർപ്രണർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യാസം വരും. നമ്മൾ ദ കൈൻഡ് ഓഫ് പീപ്പിൾ ദാറ്റ് യു എംപ്ലോയ്, ദ കൈൻഡ് ഓഫ് റിസോഴ്സസ് ദാറ്റ് യു യൂസ്, ദ കൈൻഡ് ഓഫ് ഇമ്പാക്ട് ഇറ്റ് ബ്രിങ്സ് ഇൻ ദ സൊസൈറ്റി. അതിലാണ് ഒരു പ്രോപ്പർ, ഇപ്പം ടാറ്റ ബിർള നടത്തുന്ന പോലത്തെ ഒരു കമ്പനിയും നമ്മുടെ കമ്പനിയും തമ്മിൽ, ടാറ്റ അല്ല ആക്ച്വലി റിലയൻസിനെ പറ്റി കമ്പയർ ചെയ്യാതിരിക്കുന്നത്. കാരണം ടാറ്റ ഓൾറെഡി ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ മോഡലിലാണ് അവരുടെ പല എന്റർപ്രൈസസ് നടക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പേന ഉണ്ടാക്കുന്നുണ്ട്, അല്ല ശരിക്കും ഒരു ബിസിനസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് അതിനകത്ത് നല്ല മാർജിൻ കിട്ടുന്നുണ്ട്. അപ്പം അത് ഞാൻ കോർപ്പറേറ്റ്സിനാണ് കൊടുക്കുന്നത്. ദേ ഡോണ്ട് മൈൻഡ് പാർട്ടിങ് വിത്ത് ദാറ്റ് മച്ച് ഓഫ് മണി. കാരണം അവർ CSR ഫണ്ടിൽ നിന്നാണ് അത് തരുന്നത്. അപ്പോ അതിന് ആ മാർജിൻ ഉണ്ട്. പക്ഷെ ഞാൻ എംപ്ലോയ് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ പാരാപ്ലജിക്സ് ആയിട്ടുള്ളവരുണ്ട്, ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട്. അവിടെ ചുമ്മാ ഒരു ഫാക്ടറി പോലെ കെട്ടിയിട്ടിട്ട് 9 to 5 ഒരു ജോലി നടക്കുമല്ല അവിടെ. നമ്മൾ വേസ്റ്റ് പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വിമന് കൂടുതൽ ഇപ്പൊ അവർക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് വേണോ അതെല്ലാം നമ്മൾ കൊടുക്കുകയും കുട്ടികളെ അവിടെ ഇരുത്തി പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ കുറെ സംഗതികൾ അതിന്റെ ഒപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഒരു സോഷ്യൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പൊ ഞാനിപ്പോ എന്റെ ചെയ്യുന്ന ഇന്റീരിയർ ഡിസൈനിങ്, എന്റെ ജുവലറി ഡിസൈനിങ്, അല്ലാണ്ട് ഞാൻ പ്രോഡക്റ്റ് കൺസൾട്ടന്റ് ആണ്, പല കമ്പനികളുടെയും കൺസൾട്ടന്റ് ആണ്, മാർക്കറ്റിംഗിന്റെ ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതിൽ നിന്നെല്ലാം എനിക്ക് റവന്യൂ വേറെ നന്നായിട്ട് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പം അതിനകത്ത് അതെന്റെ എന്താ പറയുക, എനിക്ക് ഒരു പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല ഭയങ്കരമായിട്ട്. പക്ഷെ അല്ലാത്ത കൺസൾട്ടൻസിയിലൂടെ എല്ലാം നമുക്ക് നമ്മുടെ ടൈമിനാണല്ലോ വില അവിടെ. അപ്പോൾ അതിന്റെ അങ്ങനെയാണ് എന്റെ റവന്യൂ സൈഡിൽ നിന്ന് വരുന്ന കുറെ അവന്യൂസ് ഇതൊക്കെയാണ്.
അപ്പൊ ഇത് ചാരിറ്റിയേ അല്ല, സോഷ്യൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഒരിക്കലും ചാരിറ്റി അല്ല. പക്ഷെ അലോങ് വിത്ത് ദിസ് ഇപ്പൊ അമ്മുമ്മത്തിരി എന്ന് പറയുന്നതും ചേക്കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചാരിറ്റി ആയിട്ട് ചെയ്യാണ്, ഇപ്പൊ CSR ചെയ്യുന്നത് പോലെ, അത്രേ ഉള്ളൂ. അല്ലാതെ മണി അതിൽ നിന്ന് നന്നായിട്ട് സത്യം പറഞ്ഞ പൈസ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. സോഷ്യൽ എന്റർപ്രൈസ് കൊണ്ട് ഉടനെ നമുക്ക് എല്ലാ തരം ഒരു ബിസിനസ് മാനിന്റെ എല്ലാ സംഗതികളും നമുക്ക് എൻജോയ് ചെയ്യാം, ആ മോഡലിൽ തന്നെ നടത്താം. പക്ഷെ ചെറുതായിട്ട് ട്വീക്ക് ചെയ്യുന്നു, അറ്റാച്ചിങ് ലോട്ട് മോർ സോഷ്യൽ കോസ്റ്റസ് ടു ഇറ്റ്. നമ്മളൊരു സാധനം പാക്ക് ചെയ്ത് ഇറക്കുന്നതും അതൊക്കെ അതിനകത്ത് എത്രത്തോളം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഗതികൾ നമുക്ക് ഉപയോഗിക്കാം, അപ്സൈക്കിൾ ചെയ്യുന്ന എത്ര ചെയ്യാം, റീസൈക്കിൾ ചെയ്യുന്ന എത്ര ചെയ്യാം, അങ്ങനത്തെ കുറെ റെസ്പോൺസിബിലിറ്റീസും കൂടി നമ്മളതിൽ അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരുപാട് പേര് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സോഷ്യൽ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഡിസൈൻ തിങ്കർ എന്നൊക്കെ പറയുമ്പം ഒരുപാട് ഓർഗനൈസേഷൻസും വ്യക്തികളും ഒക്കെ ഈ പറയുന്ന ഒരു മോഡലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിന് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തോന്നുന്ന സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാത്ത മറ്റുള്ളവരുടെ ഇഷ്ടപ്പെട്ട പ്രോജക്റ്റുകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഉദാഹരണമായിട്ട് 1-2 പറയാൻ പറ്റുമോ? ഇപ്പം ഗൂഞ്ച് ഉണ്ട്. ഗൂഞ്ച് എന്ന് പറയുന്ന അൻഷു ഗുപ്തയുടെ ഭയങ്കര രസമാണ്. അവരൊക്കെ ഏത് ലെവലിലാണെന്ന് അറിയാമോ ചെയ്യുന്നത്? എന്താ, നമ്മൾ ശരിക്കും അസൂയപ്പെടുന്ന ഇതാണ്. പിന്നെ നമ്മളുടെ സോഹോ യൂണിവേഴ്സിറ്റി നടത്തുന്ന അദ്ദേഹത്തിന്റെ പേരെനിക്ക് ശ്രീധർ വെമ്പു. ശ്രീധർ വെമ്പു. അദ്ദേഹമൊക്കെയാണ് എന്റെ ശരിക്കും ഉള്ള ഒരു ഐഡൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലെയൊക്കെ ഒന്ന് ആവാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ആഗ്രഹം. അപ്പോ അവരെയൊക്കെ നമ്മൾ ലുക്കപ്പ് ടു ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങ് അറ്റത്ത് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്ന അവരെ പോലെ ആയിട്ട് പിന്നെ തുടങ്ങാനല്ല നമ്മളൊന്നും ഇരിക്കുന്നത്, ഇപ്പോഴേ തുടങ്ങാം. ഐ ഓൾറെഡി ടേക്കൻ കപ്പിൾ ഓഫ് സ്റ്റെപ്സ് അഹെഡ്, അങ്ങനത്തെ ഒരു പോവാനായിട്ട്. ഡിസൈൻ തിങ്കിങ് എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് ഈ മേഖലയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുക? ഒരു ഡിസൈൻ തിങ്കർ എന്നുള്ള രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് പുതിയ തലമുറയ്ക്കുള്ളത്? ഡിസൈൻ തിങ്കിങ് ആണ് ഇനി ശരിക്കും പറഞ്ഞ ഒരു വേ ഫോർവേഡ്. എന്താന്ന് വെച്ചാൽ നമ്മള് ഉള്ള റിസോഴ്സസിനെ നമ്മൾക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട്, ഇത് ഒപ്റ്റിമൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഇനിയത്തെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഡിസൈൻ തിങ്കിങ്ങിന് ഒരു വലിയൊരു റെലവൻസ് ഉണ്ട്. ഇപ്പം എന്താണ് ഡിസൈൻ തിങ്കിങ് എന്നുള്ളത് ഞാനിപ്പോൾ എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ ചേക്കുട്ടി പാവ അത് ചെയ്യുമ്പോൾ നമുക്കറിയാം, റോട്ടറി ക്ലബ്ബ് ഇവരെല്ലാ ആൾക്കാരും ഇവർക്ക് പുതിയ ലൂം മേടിക്കാനായിട്ട്, കെട്ടിടം പണിയാനൊക്കെ ആയിട്ട് ലാക്സ് ഓഫ് റുപ്പീസ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. പക്ഷേ ക്രിയേറ്റീവ് ഡിസൈൻ തിങ്കിങ്ങിൽ വന്നു വെച്ചാൽ അവർക്ക് ഓൾറെഡി ഉള്ള ഒരു ഉൽപ്പന്നത്തിനെ ഒരു ഹ്യൂമൻ സെൻട്രിക് ഒരു അപ്രോച്ചിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി അവരുടെ തിരിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിന് വേറൊരു രീതിയിലുള്ള ഒരു ഇമ്പാക്ട് വന്നു, അല്ലെ? സോഷ്യൽ ഇമ്പാക്ട് വന്നു, റവന്യൂ ജനറേഷൻ അതിലൂടെ നടന്നു. അവിടെ ഒരു ഡിസൈൻ തിങ്കിങ് ആണ് നടന്നിരിക്കുന്നത്. സെയിം തിങ് വിത്ത് ഷയ്യ ഓൾസോ. ഈ ഷയ്യ എന്ന് പറയുന്ന പ്രോജക്ട് ആ മാട്രസ് ചെയ്തപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ പഞ്ചായത്തിൽ ഷയ്യ കിടക്കയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒക്കെ ഇത്രയും രൂപയിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി തരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ ഐ തോട്ട് വേറെ ഏത് രീതിയിൽ ഇത് ആലോചിക്കാം. സോ ഇൻ ദാറ്റ് പ്രോസസ് വാട്ട് വി ഡിഡ് വാസ്, നമ്മൾ അൺഎംപ്ലോയ്മെന്റിനെ അഡ്രസ് ചെയ്തു, വേസ്റ്റ് മാനേജ്മെന്റിനെ അഡ്രസ് ചെയ്തു. ഏറ്റവും ആവശ്യമുള്ള ഒരു കമ്മോഡിറ്റിയെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനകത്ത് ആ ഡിസൈൻ തിങ്കിങ് അതിനകത്ത് അപ്ലൈ ചെയ്താണ്. വെറുതെ പൈസ കൊടുക്കുന്നതിന് പകരം ദിസ് ഈസ് ഹൗ വി അപ്രോച്ച്ഡ് ദാറ്റ് പ്രോബ്ലം. അത് അവിടെയാണ് ഡിസൈൻ തിങ്കിങ്. അപ്പൊ ഇനി ഫ്യൂച്ചറിലേക്ക് വരുന്നവരൊക്കെ ഞാനിപ്പോ ഒരു കസേര ഉണ്ടെങ്കിൽ, ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ, ഒരു കസേര ഉണ്ടെങ്കിൽ ഒരു കസേര മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ കസേര തലയും കുത്തി വെച്ചാൽ മേശയാക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. അതിന്റെ ഭിത്തിയിലോട്ട് ചേർത്ത് വെച്ചാൽ ഒരു സൈഡ് ടേബിൾ ആക്കിയോ നിങ്ങൾക്ക് നോക്കിയേ പറ്റുള്ളൂ. കാരണം ഈ റിസോഴ്സസ് ഇനി ഇല്ല. അപ്പൊ ഓരോന്നിനും മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി കൊണ്ടുവന്നാലേ ഇനി പറ്റുള്ളൂ. അവിടേക്കാണ് ഡിസൈൻ തിങ്കിങ് ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു ലാർജർ ലെവലിൽ അതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ടൊക്കെ ചേർന്ന് ഇപ്പൊ അമ്മൂമ്മത്തിരി എന്നൊരു പ്രോജക്റ്റിനെ ആലോചിച്ച് നോക്കൂ. അത് അമ്മൂമ്മമാർക്ക് വെറുതെ വേണേൽ നമുക്ക് ഒരു മാസം 500 രൂപ എന്ന് വെച്ചിട്ട് ക്ഷേമ പെൻഷൻ പോലെ കൊടുക്കാം. അതിനു പകരം ഇത്രത്തോളം അമ്പലങ്ങളും ഇത്രത്തോളം തിരികളും ആവശ്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ. വൈക്കം പോലത്തെ ഒരമ്പലത്തിൽ 8000 തിരി വേണം ഒരു ചുറ്റുവിളക്കിന് വേണമെങ്കിൽ. അപ്പം ഈ അമ്മൂമ്മമാരെ കൊണ്ട് ആ വിളക്കിന്റെ തിരി ഉണ്ടാക്കിയാൽ അവരെ നമ്മൾ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുന്നു. ദേ ആർ ഓൾസോ കൈൻഡ് ഓഫ് കോൺട്രിബ്യൂട്ടിങ് ടു ദ ഫിനാൻഷ്യൽ സ്ട്രീം. അവർക്ക് ഒരു ഡിഗ്നിറ്റി വരുന്നു, കോൺഫിഡൻസ് വരുന്നു, അൺടാപ്ഡ് ആയിട്ടൊരു റിസോഴ്സിനെ നമ്മൾ കൊണ്ടുവരികയാണ്, അല്ലെ? ഒരു മാൻ പവറിനെ കൊണ്ടുവരികയാണ്. അവരുണ്ടാക്കുന്ന എന്താ? ഈ വിളക്ക് തിരി. ഇല്ലെങ്കിൽ ശിവകാശിയിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് തിരി മേടിക്കുന്ന നമുക്ക് നമ്മുടെ കേരളത്തിലെ അമ്മൂമ്മമാരെ എൻഗേജ് ചെയ്തിട്ട് ഈ തിരി നമുക്ക് ഉണ്ടാക്കാം. ഈ പൈസ ഇവിടെ കിടക്കും, അല്ലെ? അതിൽ എത്ര സോഷ്യൽ ഇഷ്യൂസിനെ നമുക്ക് ടച്ചപ്പ് ഓൺ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് ഓരോന്നിനും അതിന് വഴിയുണ്ട്, ഓരോ ഇതിനും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് ഇതുപോലെ ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ. ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിക്കായിട്ട് ചെയ്യുന്നു, ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ജീവിതാനുഭവങ്ങൾ, പുതുപുത്തൻ ആശയങ്ങൾ, ഇതൊക്കെ ഒരു പുസ്തക രൂപത്തിൽ എന്ന് കാണാൻ പറ്റും? പുസ്തകം എന്നൊക്കെ പറയുമ്പോ എനിക്ക് മൃഗാധിപത്യം വന്നാലും ബാലരമയുടെ അപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലേ നമ്മുടെ.
അപ്പൊ ഇതൊക്കെ എഴുതാൻ മാത്രമുള്ള സ്റ്റഫ് ഉണ്ടോ എന്ന് എനിക്ക് അരവിന്ദും പിന്നെ കഴിഞ്ഞ ദിവസം സിയാലിലെ ജയനുണ്ട്, അവിടുത്തെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ. അപ്പൊ ഇതുപോലത്തെ ഒരു ചർച്ച കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ തന്നെയാണെന്ന് തോന്നുന്നു. ചർച്ച കേട്ട് കഴിഞ്ഞപ്പോൾ എടോ ഇതൊരു പുസ്തകത്തിലാക്കാനുള്ള സ്കോപ്പ് ഉണ്ട്, എല്ലാം സ്റ്റോറി ടെല്ലിംഗ് ആണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഉണ്ടോ ഇത് വല്ലവരും മേടിക്കും അവസാനം. അപ്പോ നിങ്ങളൊക്കെ പറയുമ്പോ അതിനകത്തൊരു പ്രതീക്ഷയാണ്, ചെയ്യാം. ഓക്കെ, ഈ എങ്ങനെയാണ് ഈ പ്യുവർ ലിവിംഗ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെ ലക്ഷ്മി മേനോന്റെ ആശയങ്ങളെ ശ്രോതാക്കൾക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? പലതും ആക്ച്വലി ഞാൻ ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്റെ അടുത്ത് വരേണ്ട കാര്യമേ ഇല്ല ഇവർക്കൊന്നും ചെയ്യണം. ഇപ്പൊ അമ്മുമത്തി എന്നൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ അരവിന്ദിന് വേണ്ടി നിങ്ങളുടെ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ, ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആണെങ്കിൽ അവിടെ വയസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ഈ തിരി ഉണ്ടാക്കിക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ അവിടെ മേടിക്കണം. എന്നിട്ട് അടുത്തുള്ള ഒരു അമ്പലത്തിലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് മേടിച്ച് സപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അവർക്ക് ഇപ്പൊ വരുമാനമുള്ള അമ്മമാരുണ്ട്, പക്ഷെ അവരായിട്ട് ഉണ്ടാക്കിയ ഒരു 10 രൂപ എന്ന് പറയുന്ന അവർക്ക് വലിയൊരു സംഭവമാണത്. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ പേന ആര് വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, എന്നെ റീച്ച് ചെയ്യേണ്ട കാര്യം. കാരണം ഇഷ്ടം പോലെ ഡെമോ വീഡിയോസ് ഓൺലൈനിലുണ്ട്. ഷയ്യ, ഇത് 8 കൺട്രീസിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് shaya.in അതിന്റെ ഡെമോ വീഡിയോസ് ഉണ്ട്. ഞാൻ നിങ്ങൾ എന്തിനാ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്? സോൾ ദർ. ഇത്തിരി മുടി പിന്നാൻ അറിയാവുന്ന ആർക്കും ഒരു ഷയ്യ ഉണ്ടാക്കാം. മനസ്സിലായി? അപ്പൊ നമ്മളെ റീച്ച് ചെയ്യേണ്ട ഇതെല്ലാം ഇപ്പൊ നമ്മുടെ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് നോക്കിയിട്ട് അതിനെ ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാം വീഡിയോസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ മാത്രമല്ല അവരതിനെ ഇംപ്രൂവൈസ് ചെയ്തിട്ട് അവരുടെ രൂപത്തിൽ കൊണ്ടുപോയിക്കോട്ടെ. അപ്പൊ നമുക്ക് അതിനകത്തൊന്നും വേറെ ഒരു ഓണർഷിപ്പ് ഒന്നും നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല, വേണ്ടതല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച് ലക്ഷ്മി മേനോൻ. ഒരുപാട് സന്തോഷം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നമ്മളെ ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യുകയും ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് ലക്ഷ്മി മേനോൻ. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുകയും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഈ പോഡ്കാസ്റ്റിലേക്ക് ഒരു അതിഥിയായിട്ട് കൊണ്ടുവരണം. ഈ ഒരു കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റണം. അല്ലാതെ തന്നെ മീഡിയയിലൊക്കെ വായിക്കുന്നതാണ്, പക്ഷെ ഒരു പോഡ്കാസ്റ്റ് ഫോർമാറ്റിൽ അത് വരുമ്പം ഒരുപാട് ആൾക്കാർക്ക് അത് കേൾക്കാൻ പറ്റുക, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവുക. എല്ലാവരും ഒരു സോഷ്യൽ ഓൺടർപ്രണർ ആയിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് മൈ ഇൻവിറ്റേഷൻ. വളരെ സന്തോഷം. താങ്ക് യു അർബിൻ. നല്ല രസമായിരുന്നു, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു പോവാൻ നല്ലൊരു രസമായി. സോഷ്യൽ ഓൺടർപ്രണറായ ലക്ഷ്മി മേനോനാണ് നമ്മളോട് സംസാരിച്ചത്. ഒരു സമൂഹത്തിന് മൊത്തം ഗുണകരമാവുന്ന രീതിയിൽ പദ്ധതികൾ വിഭാവനം ചെയ്ത് അതെങ്ങനെയാണ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിച്ചത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും അറിയിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി.